സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം ഇന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. മദ്യപാനവും മറ്റുമായിട്ടൊക്കെ ജീവിതം വളരെ തകർന്നു പോയ ഒരു മനുഷ്യൻ, അദ്ദേഹം എങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടു, ജീവിതം എങ്ങനെ പണിയപ്പെട്ടു, ഒരു വലിയ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം പ്രിയപ്പെട്ട സലീം കുമാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ജീവിതാനുഭവങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. തൻ്റെ അനുഭവങ്ങൾ നമുക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. വിവിധ ഭാഗത്തു നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവമക്കൾക്ക് ഇന്നത്തെ ശുശ്രൂഷ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. തിരുസന്നിധിയിലേക്ക് പിന്നെയും ഒരു എൻ്റെ കഥയുടെ സെഷനുമായിട്ട് കടന്നു വരുവാൻ തൊട്ട് അവിടെ നിന്നൊരുക്കി കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പ്രിയ സലീം കുമാർ ബ്രദറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണം. ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്ന പവൻ കാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, 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 ആമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നല്ല ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഒരു സാധാരണക്കാരനാകുന്ന മനുഷ്യൻ എന്നാൽ യേശുവിൻ്റെ കരത്താൽ സ്പർശിക്കപ്പെടുന്നു, ജീവിതം മാറുന്നു. അങ്ങനെ ഒരു അനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം പ്രിയപ്പെട്ട സലീം കുമാർ ബ്രദർ സൗത്ത് പറവൂരിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോട് കൂടി നമുക്കായിരിക്കാം പ്രിയ സലീം കുമാർ ബ്രദറിനെ ഈ ഒരു ആസാദിയുടെ സെഷനിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ്. വെൽക്കം ബ്രദർ. എന്താ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നേ? സന്തോഷമായിട്ടിരിക്കുന്നു. സൗത്ത് പറവൂരിൽ നിന്നാ ജോയിൻ ചെയ്തത് അല്ലേ? എറണാകുളം ജില്ലയാ? എറണാകുളം ജില്ല, തൃപ്പൂണിത്തുറയ്ക്കൊക്കെ അടുത്തുള്ള സ്ഥലമാണ്. ശരി ശരി. നല്ലൊരു പേരാണല്ലോ സലീം കുമാർ എന്നുള്ളൊരു പേര്. സലീം കുമാർ എന്നുള്ള പേര് നല്ലതായിട്ട് കിട്ടിയെങ്കിലും ഈ പേര് ഒരു പ്രത്യേക പേരാ. അതായത് ഈ പേരിൽ ഒരു പ്രശസ്തനാകുന്ന സിനിമാ നടനൊക്കെ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ആളുകൾ ഓർക്കും ആ സലീം കുമാർ ആണോ ഈ സലീം കുമാർ എന്നൊക്കെ ഓർക്കും അല്ലേ? എങ്ങനെ ഈ പേര് കിട്ടിയത്? ഈ പേര് അച്ഛനും അമ്മയും വളരെ സ്നേഹത്തോട് കിട്ടിയാണ്. അപ്പൊ ഈ ഒരു കാതികനുണ്ട് ഈ പേര്. നമ്മുടെ മറ്റേ സലീം കുമാറിൽ നിന്ന് കിട്ടിയ പേരൊന്നും അല്ലല്ലോ. അല്ല. കാരണം ഈ സലീം എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ആകും. ഹിന്ദുവാണോ മുസ്ലിമാണോ? കൂട്ടത്തിലൊരു കുമാറും കൂടെ, സലീമും കുമാറും കൂടെ അല്ലേ? അപ്പൊ ആളുകൾ ചോദിച്ചിട്ടുണ്ടോ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് വല്ലതും കണ്ടിട്ടുള്ളവർ ചോദിച്ചിട്ടുണ്ടോ? പലരും ചോദിച്ചിട്ടുണ്ട്. മുസ്ലിമാണോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ സലീം എന്നുള്ള പേര് കേൾക്കുമ്പോ. പിന്നീട് നമ്മൾ കുമാർ ചേർത്ത് പറയുമ്പോഴാണ് അവർക്ക് ഹിന്ദു ആണെന്ന് മനസ്സിലാകുന്നത്. അതെ, ഹിന്ദു ആയിരുന്നു എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. സലീമും കുമാറും എല്ലാം മാറിയിട്ട് നമ്മുടെ വിശ്വാസം യേശുവിനെ പിൻപറ്റുന്ന ഒരു വിശ്വാസമായി മാറി. അപ്പം മതസൗഹാർദ്ദമാണ് നമ്മുടെ പേര്. ഈ അങ്ങനെ വ്യത്യസ്തമായൊരു പേര് മാതാപിതാക്കൾ ഇടാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അത് വേറൊരു പേരുകൾ ആലോചിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു സ്വന്തത്തിൽപ്പെട്ടൊരു നമ്മുടെ ചിറ്റയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു നല്ല പേരാണ് നമുക്ക് സലീം കുമാർ എന്നിടാം. അപ്പൊ അങ്ങനെ സലീം കുമാർ എന്ന് പേരിട്ടു. എനിക്ക് തോന്നിയതങ്ങ് പറയാം കേട്ടോ. അതൊരു മതസൗഹാർദ്ദ പേരാണ്. എല്ലാം രണ്ട് മതങ്ങളെയും കൂട്ടിയിണക്കിയ പേര്. അപ്പം അമ്മയ്ക്കും ഒക്കെ വലിയ തീവ്രവാദ മതചിന്തയൊന്നും കാണത്തില്ലായിരിക്കും അല്ലയോ? അപ്പൊ അങ്ങനെയുള്ള ഈ കേരളത്തിൽ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഈ വളരെ പുരോഗമന ആശയങ്ങൾക്ക് സ്വാധീനമുള്ള നാടല്ലേ? പ്രത്യേകിച്ചും പണ്ട് മുതലേ കമ്മ്യൂണിസം ഒക്കെ ഉള്ള നാട്. ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ മക്കൾക്ക് പേരിടുമ്പോൾ പലപ്പോഴും മതത്തിന്റെ ചിന്തയില്ലാത്ത പേരൊക്കെ ഇട്ടായിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കാം. എനിവേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് പേരിന്റെ കഥ അവിടെ നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന സലീം കുമാർ ബ്രദറിനെ ഒന്ന് പരിചയപ്പെടാം. മാതാപിതാക്കൾ, ജനിച്ചു വളർന്ന സ്ഥലം, അതുപോലെ തന്നെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് ആളുകൾക്ക് മനസ്സിലാകുമല്ലോ. പറയാം. ഞാൻ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് സൗത്ത് പറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട്, പിന്നെ വൈഫ്, 2 കുട്ടികൾ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഇവിടെ അടുത്ത് സ്കൂളിലാണ്
ഞാൻ വിദ്യാഭ്യാസം ചെയ്തിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് എന്റെ പരിചയപ്പെടുത്താനുള്ള എന്റെ കുടുംബം. പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ആ, ഒരു ഹൈന്ദവ കുടുംബത്തിലായിരുന്നു ജനിച്ചത് അല്ലേ? ഹൈന്ദവ കുടുംബത്തിലാണ് അങ്ങനെയുള്ള ജനിച്ചത്. ചിട്ടവട്ടങ്ങളിലൊക്കെയാണോ വളർന്നത്? അങ്ങനെ ചുറ്റുവട്ടങ്ങളാണ് വളർന്നത്. കാരണം ക്ഷേത്രാചാരങ്ങൾ, അമ്പലത്തിൽ പോവുക, ഫോട്ടോ വെച്ചുള്ള ആചാരങ്ങള്, അങ്ങനെയുള്ള ഇതൊക്കെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ആചാരപരമായിട്ടാണ് ഞാൻ ജീവിച്ചു പോരുന്നത്. ശരി. അപ്പോൾ ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറഞ്ഞോ കേട്ടോ, ഞാൻ കേൾക്കാൻ റെഡിയാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇനി ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങളൊക്കെ പറഞ്ഞോ കേട്ടോ. ശരി. കർത്താവ് തന്ന ഈ അനുഭവ സാക്ഷ്യം പറയുവാൻ എനിക്ക് അവസരം തന്ന ബെന്നി പാസ്റ്റർക്കും കുടുംബത്തിനും യൂട്യൂബ് ചാനലിനും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും അർപ്പിക്കുന്നു. പക്ഷെ എന്റെ ജീവിതം എന്ന് പറയുന്നത്, ബാല്യകാലം പഠിച്ചത് ഇവിടെ അടുത്ത് ഒരു സർക്കാർ സ്കൂളിലായിരുന്നു. എനിക്ക് സ്കൂളിൽ പഠിച്ചെങ്കിലും എനിക്ക് കലാപരമായിട്ടും സ്പോർട്സ് പരമായിട്ടുമായിരുന്നു എനിക്ക് താല്പര്യം. അങ്ങനെ സ്കൂൾ ജീവിതത്തിൽ എനിക്ക് വലുതായിട്ട് വിദ്യാഭ്യാസം ചെയ്തോ ശോഭിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ വോളിബോളിൽ കളിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് എന്റെ ജീവിതത്തിൽ വോളിബോളിലൂടെ സ്കൂൾ തലത്തിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ അതിൽ നിന്ന് എനിക്ക് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. അപ്പൊ അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്റെ ജീവിതത്തിൽ നല്ലൊരു ജോലി കിട്ടുമെന്നുള്ളൊരു ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ ആയപ്പോഴത്തേക്കും നാട്ടുകാർക്ക് എല്ലാവർക്കും എന്നെ ഇപ്പൊ പാസ്റ്റർ പറഞ്ഞ പോലെ സലിംകുമാർ എന്നുള്ള പേരിലും നാട്ടുകാർക്കൊക്കെ എന്നെ വളരെ നല്ല സ്നേഹമായിരുന്നു. കുഞ്ഞുനാൾ മുതലേ എന്നെ എല്ലാവർക്കും വലിയ സ്നേഹമായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്കിവിടെ ഒരുപാട് പേർക്ക് ഈ വോളിബോൾ കളിക്കുന്നതുകൊണ്ട് എന്നോട് വളരെ സ്നേഹവും വളരെ താല്പര്യം, ആരാധനയും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്നേഹമായിരുന്നു എന്നോട്. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കളിക്കാൻ പോയിട്ട് ഒരുപാട് എല്ലാവർക്കും പരിചയം ഉണ്ട്. അങ്ങനെ ആ ജില്ലാ ടീമിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. പക്ഷെ അവിടെ നിന്ന് എനിക്ക് നിരാശയായി. പഠിത്തം ഒന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. സ്പോർട്സിലൂടെ സർട്ടിഫിക്കറ്റിലൂടെ കിട്ടുമായിരുന്ന ജോലി എല്ലാം എനിക്കൊരു നിമിഷം കൊണ്ട് ഇല്ലാതെയായി. എന്റെ സ്വഭാവ രീതികൾ കൊണ്ടും ഒക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെ ഇല്ലാതെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ പോരേണ്ട ഒരു അവസ്ഥ, സ്പോർട്സിൽ നിന്ന് അങ്ങനെ മടങ്ങിപ്പോന്നു. അങ്ങനെ വീട്ടിൽ അന്ന് മുതൽ എനിക്ക് നിരാശയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു ബുദ്ധിമുട്ടായി. കാരണം ഇത്ര നല്ല രീതിയിൽ പോയിട്ട് നമുക്ക് ഒരു നല്ല ജീവിതം കിട്ടുന്നിടത്ത് അതെല്ലാം തകർന്നു പോയൊരവസ്ഥയിലായി. അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോഴാണ് എനിക്ക് മദ്യപാനത്തിലേക്ക് ഒരു താല്പര്യം വരുന്നത്. കാരണം നിരാശ മാറ്റാൻ നല്ലതാണ് മദ്യപാനം എന്ന് ഇങ്ങനെ അറിയുകയും അങ്ങനെ അതൊരു രസത്തിന് തുടങ്ങുകയും പിന്നെ അതിലൊരു സംതൃപ്തി കണ്ടെത്തുകയും അങ്ങനെ കഴിച്ചു പോകുന്ന ഒരു അവസ്ഥയായി. അങ്ങനെ നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ആദ്യകാലത്തൊന്നും കുഴപ്പമില്ല. പിന്നീട് കഴിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരോടും സ്നേഹമായിട്ടിരുന്ന ഞാൻ എൻ്റെ പ്രവൃത്തി ഗുണങ്ങൾ മാറുകയും ആൾക്കാരെ വേണ്ടപ്പെട്ടവരെയൊക്കെ വെറുപ്പിക്കുകയും നമ്മളോട് എന്ത് പറഞ്ഞാലും നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ അവരോട് വെക്കിട്ട് കയറുകയും അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ആയി വളരെ വഷളായി. എല്ലാവർക്കും സ്നേഹമായിരുന്ന ഞാൻ ഒരു വെറുക്കപ്പെട്ടൊരു മനുഷ്യനായി മാറുകയുണ്ടായി. അങ്ങനെയൊക്കെ അച്ഛനും അമ്മയ്ക്കും ഞാനൊരു മകനാണ്. അപ്പൊ അവർക്ക് എന്നിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരു ഇടയായി തീർന്നു. അങ്ങനെ അച്ഛനും അമ്മയോട് ഞാൻ മദ്യപിച്ച് കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തര് എന്റെ പരാതികൾ പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു ആള് മാറിയതുപോലെയായി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയും എന്നെ ഒരു വിവാഹം കഴിക്കുവാനായിട്ട് താല്പര്യം കാണിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു വിവാഹം കഴിക്കണം ഞങ്ങൾക്ക്. അപ്പൊ ആരോ പറഞ്ഞു ഇവന് അങ്ങനെ ഒരു ഇത് വന്നാൽ ഉത്തരവാദിത്വം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വിവാഹ ആലോചന നടത്തി. അങ്ങനെ അത് നമ്മുടെ അച്ഛനും അമ്മയും ആ പെൺകുട്ടിയെ പോയി കണ്ടു. അപ്പോൾ ഞാൻ ജോലിയുമായിട്ട് പോവുകയായിരുന്നു, പെയിന്റിങ് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ആ ജോലിക്ക് വേണ്ടി ഞാൻ കൊല്ലത്ത് ജോലിക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ മടങ്ങി വരുമ്പോൾ എന്നോട് പറഞ്ഞു നിനക്കൊരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്, ആ പെൺകുട്ടിയെ നീ പോയി കാണണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ കല്യാണമൊന്നും വേണ്ട, കാരണം ഒരു ഉറപ്പുള്ള ജോലിയൊന്നുമില്ല. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട്
ആ പെണ്ണിനെ പുലർത്താൻ കഴിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇല്ല, അമ്മ പറഞ്ഞു അത് ചെയ്തേ മതിയാകൂ, കാരണം ഞങ്ങൾക്ക് നീയേ ഉള്ളൂ, അപ്പൊ എനിക്ക് ഇനി ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ പാസ്റ്ററെ, അങ്ങനെ ഞാൻ ആ കാണാം എന്ന് പറഞ്ഞ് ഞാൻ കല്യാണം കഴിക്കാൻ പെൺകുട്ടിയെ പോയി കണ്ടു. അപ്പോൾ അവരോട് ആരോ പറഞ്ഞു കൊടുത്ത് ചെറുക്കൻ നല്ല തകൃതിയായിട്ട് മദ്യപിക്കുന്ന ആളാണ്, അപ്പോൾ ഈ ചെറുക്കന് പെണ്ണിനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മോളുടെ ജീവിതം കോഞ്ഞാട്ടയാകും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായി അവർ ആദ്യം ഒഴിവാക്കി ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു ഒഴിവാക്കി പോയെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോ അങ്ങനെ അമ്മ പറഞ്ഞു, നിരാശയായി. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ആ പെൺകുട്ടിയെ തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ പാസ്റ്ററി പറഞ്ഞ പോലെ സിനിമയുടെ സലിംകുമാറിന്റെ പോലെയൊക്കെ തന്നെ മിടുക്കനാണ്. അപ്പൊ അങ്ങനെ വീട്ടുകാര് അങ്ങനെ അവര് സമ്മതിക്കുകയും അങ്ങനെ ഈ കല്യാണം നടക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ എന്റെ കുടിയെ മാറ്റിവെച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചു, കുറച്ചു കാലത്തേക്ക് മാത്രം. അങ്ങനെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് വന്നു. അപ്പോഴത്തേക്കും കുടിയൊക്കെ കുടിക്കുന്നില്ല. അപ്പൊ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഞാൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോ വീണ്ടും കുടി തുടങ്ങി. അങ്ങനെ കുടിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന എന്റെ ഭാര്യയുമായിട്ട് ഞാൻ കുടിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തന്നെ സ്വരച്ചേർച്ചയായി. അങ്ങനെ ജീവിതത്തിൽ പല പല വിള്ളലുകളും പ്രശ്നങ്ങളും. ഞാൻ മദ്യപിച്ചു കഴിഞ്ഞാൽ അക്രമാസക്തമായിട്ട് പെരുമാറുക, വഴക്കുണ്ടാവുക, ആരെങ്കിലും എന്നെ തടസ്സം മാറ്റാനോ ആരെങ്കിലും അച്ഛനും അമ്മയും വിളിച്ചോണ്ട് വന്ന അവരെ ചീത്ത പറയുന്ന അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുടുംബമാകെ അസ്വസ്ഥമായി. സമാധാനം എന്ന് പറയുന്ന സ്വസ്ഥതയില്ല. അങ്ങനെ ഒക്കെ എന്റെ വൈഫിന്റെ വീട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി. ആൾക്കാർ പറഞ്ഞത് ശരിയായിരുന്നു, അപ്പൊ ഞങ്ങൾക്ക് അബദ്ധം പറ്റി എന്നവരിങ്ങനെ പറഞ്ഞു. അവരും എനിക്ക് കല്യാണം കഴിച്ച് മോളെ മദ്യപിക്കാൻ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നോ? മദ്യപിക്കാൻ കൂട്ടുകാരുണ്ടായിരുന്നു, ഇഷ്ടംപോലെ കൂട്ടുകാരുടെ കൂട്ടത്തിലാണ്. ഒരു സാധാരണ മദ്യപാനിയുടെ രീതിയായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു? അടിയും തല്ലും ഉണ്ടായിരുന്നു. അടിയും തല്ലും വഴക്കും, പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല, അടിയും തല്ലും വഴക്കും, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ആർക്കും കണ്ടുകൂടാ സ്ഥലത്ത്. ആർക്കും കണ്ടുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്ന മോശമായ രീതി. ആളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ മോശമായ രീതിയിൽ ഇടപെടത്തുള്ളൂ. അയാളോട് വഴക്കാണെ വഴക്കിടും, നമ്മൾ തല്ലാണെ തല്ലി കൊള്ളും, കൊടുക്കും. അങ്ങനെയുള്ള കൂടുതലും കൊണ്ടിട്ടേ ഉള്ളൂ പ്രശ്നങ്ങളുമായി. അപ്പോൾ വീട്ടിൽ വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അച്ഛനും അമ്മയും സ്വാഭാവികമായിട്ട് ഇത് തീർക്കാൻ വേണ്ടി ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരികയും എന്നെ സാന്ത്വനിപ്പിക്കും. പക്ഷെ അവരോട് ഞാൻ എതിർപ്പ് കാണിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ വീട്ടിൽ ആരും വരാതെ, കോംപ്രമൈസ്, പ്രശ്നങ്ങൾ തീർക്കാൻ ആരും വരാതെയായി. പ്രശ്നങ്ങൾ പിന്നെ എന്ത് നടന്നാലും ആരും മൈൻഡ് ചെയ്യാത്ത അവസ്ഥയായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മയും അച്ഛനും ഞങ്ങളുടെ സ്ഥലപരമായിട്ട് പല ദോഷങ്ങളുണ്ട്, ജാതകത്തിൽ വിഷയങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പല പല സ്ഥലങ്ങളിലും പൂജകൾ, ഹോമങ്ങൾക്ക് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് അതിലൊന്നും ഒരു ശാന്തി കിട്ടാതെ വീണ്ടും വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഒരു DADC സെന്ററിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. അവിടെ ചെന്ന് എനിക്ക് മദ്യത്തിൽ കുടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി ക്ലാസ് എടുക്കുകയും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുവെങ്കിലും ഞാൻ വീണ്ടും നന്നായില്ല. അപ്പൊ അവിടുന്ന് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ തന്നു. 21 ദിവസം അവിടെ ട്രീറ്റ്മെന്റ് ചെയ്ത് വീണ്ടും മടങ്ങി വന്നു. വീണ്ടും 6 മാസത്തിന് ശേഷം വീണ്ടും കുടിച്ചു. അങ്ങനെ അക്രമങ്ങളായി. വൈഫിനെ വല്ലാതെ ഉപദ്രവിക്കുക, പിന്നെ ബാറിൽ പോയി കുടിക്കുക. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ബാറിന്റെ ആ സൈഡിൽ തന്നെ കിടക്കുക, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായി. അപ്പൊ വീട്ടിൽ ആരെങ്കിലും എന്നെ കൊണ്ടുവന്നാക്കും. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും തീരെ എന്റെ ജീവിതം വളരെ നിരാശയിലേക്ക് പോയി. എങ്ങനെ ജീവിക്കും എന്ന് അറിയാൻ പാടില്ലാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വളരെ സങ്കീർണമായിട്ട് പോയി. എല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥ. അങ്ങനെ ആയ സമയത്താണ് എൻ്റെ വൈഫിന്റെ വീട്ടുകാര് എൻ്റെ പേരിൽ കേസ് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പോലീസുകാർ എൻ്റെ വീട്ടിൽ വന്നു.
എനിക്ക് ഭയങ്കര പ്രയാസം പോലെയായി. കാരണം ഒരു കേസല്ല, ഒരു നിമിഷം 2-3 കേസ് എന്റെ പേരിൽ വരുവാനിടയായി തീർന്നു. അങ്ങനെ വീണ്ടും ആ എന്നെ കൈകാലുകൾ കെട്ടിയിട്ട് എറണാകുളം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് മയങ്ങുന്നില്ല, അപ്പൊ ഇയാൾക്കൊരു CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു CT സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ തലയിൽ ഒരു ക്ലോട്ടിങ് ഉണ്ട് എന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെ ആ ഡോക്ടർ വൈഫിനോട് പറഞ്ഞു ഇനി ഇയാൾ മദ്യപിച്ചാൽ മരിച്ചു പോകും, ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ വൈഫ് പറഞ്ഞു സാറ് തന്നെ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറിനോട് കാലത്തെ എന്നോട് പറഞ്ഞു ഇനി മദ്യപിച്ചാൽ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വന്നു. ജീവിതത്തിൽ ആർക്കും വേണ്ടാത്തൊരവസ്ഥ, അച്ഛനും അമ്മയ്ക്ക് പോലും വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, ഒരാൾക്കും വേണ്ട അത്തരവസ്ഥയിലേക്ക് എന്റെ ജീവിതം പോയി. എനിക്ക് തന്നെ എന്റെ ജീവിതത്തിൽ വളരെ പ്രയാസം തോന്നി. ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം, കാരണം ഒരു ഉപകാരവും ഇല്ല, കാരണം മോൾക്ക് പഠിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അപ്പൊ എന്റെ മോള് പറഞ്ഞു ഇങ്ങനെ ഒരു അച്ഛനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. എന്റെ ഭാര്യ പറഞ്ഞു ഇങ്ങനെ ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ട, കാരണം കുടിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ കുടിക്കും, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. കാരണം എത്ര കുടിയനാണെങ്കിലും നന്നാക്കിയെടുക്കാം എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ എന്നിലുള്ള പ്രതീക്ഷകളെല്ലാം അറ്റുപോയി. വീട്ടുകാർക്കും എല്ലാം അറ്റുപോയി. നാട്ടുകാർക്ക് സ്നേഹമായിരുന്നു ഞാൻ. പലരും പറഞ്ഞു ഇവൻ ഇനി ജീവിക്കില്ല, കാരണം ഇവൻ പോയി. എന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് നീ ആ കുട്ടികളുമായി വീട്ടിൽ പോയി മോളെ സുഖമായിട്ട് ജീവിക്കും, ഇങ്ങനെ ഒരാളുടെ കൂട്ടത്തിൽ നീ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്ററെ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 മക്കളുണ്ട്. കാരണം ആ മക്കളുടെ ഭാവി ഓർക്കുമ്പോൾ ഈശ്വരൻ ഞാൻ അവർക്കൊരു വസ്ത്രം പോലും മേടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല, അവരെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല. എന്റെ മക്കൾ അവിടെ ഇവിടെയും അലഞ്ഞു നടക്കും എന്നൊരു വേദന എനിക്കുണ്ടായിരുന്നു. നമ്മളുടെ മക്കളെ നമ്മൾ നോക്കാതെ മറ്റുള്ളവരാരും നോക്കില്ല. എനിക്കത് വളരെ പ്രയാസമായി. കാരണം എന്റെ കുടുംബവുമായിട്ട് ജീവിച്ചിട്ട് എന്റെ കൂട്ടുകാരെല്ലാവരും നല്ല ലെവലിലായി. ഈശ്വര എനിക്ക് മാത്രം ഒരു നല്ലൊരു ജീവിതം ഇല്ലല്ലോ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ദൈവത്തോട് ഞാൻ കരഞ്ഞു, ദൈവം എന്നെ രക്ഷിക്കണം എന്ന് ഞാൻ കരഞ്ഞു. അങ്ങനെയൊക്കെ ദിവസങ്ങൾ ഞാൻ വളരെ പ്രയാസമായ ജീവിതം. കാരണം ആയിരിക്കും കണ്ടാൽ എന്നോട് മിണ്ടാൻ പോലും, എന്നെ കാണുമ്പോൾ ആൾക്കാർ പോയിക്കളയും. കാരണം എന്ന് വെച്ചാൽ മദ്യപിച്ചിട്ട് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം നമ്മൾ മദ്യപിച്ച് പറയുന്നത് പരസ്പര വിരുദ്ധമായ അല്ലെങ്കിൽ പെട്ടെന്ന് റേസാകുക അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ആയതുകൊണ്ട് ആരും എന്നെ അടുപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ 2 ദിവസം കുടി നിർത്തും, വീണ്ടും ഞാൻ കുടിക്കും, പൈസ ഇല്ലെങ്കിൽ ആരോടെങ്കിലും വാങ്ങിക്കും. അങ്ങനെയൊക്കെ അവസ്ഥ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടില് വളരെയേറെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ തീർത്തും ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലായി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴാണ് എന്നോടൊരു ചേച്ചി പറഞ്ഞു മോനെ നിന്നെ ഇനി രക്ഷിക്കാൻ യേശു ക്രിസ്തുവിനെ മാത്രമേ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ എത്രയോ വഴിപാടുകൾ കഴിച്ചു, എത്രയോ ഹോമങ്ങൾ നടത്തി, എത്രയോ ക്ഷേത്ര ദർശനങ്ങൾ നടത്തി, പക്ഷെ എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇനി യേശു ക്രിസ്തുവിന് എന്നെ രക്ഷിക്കാൻ കഴിയുമോ? ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു എല്ലാ കാര്യങ്ങളും സലി നോക്കിയില്ലേ, ഇനി ഈ ഒരു കാര്യം ഒന്ന് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, രക്ഷിക്കില്ല, ചേച്ചി പോ, യേശു ക്രിസ്തു എന്നെ രക്ഷിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ ഞാൻ എന്റെ കട്ടിലേക്ക് കിടക്കുമ്പോഴത്തേക്കും വളരെ വേദനയോടെ പ്രയാസത്തോടെ എല്ലാം അവസാനിച്ചു. കാരണം മരിച്ചു പോകുന്ന ഡോക്ടർ പറഞ്ഞു, CT സ്കാൻ ചെയ്ത റിപ്പോർട്ടുകളൊക്കെ എന്റെ ഇരിപ്പോട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ പോലും ഞാൻ എന്റെ സ്വന്തക്കാരുമായിട്ട് ചെറിയ വിഷയങ്ങളുണ്ടായി. അവര് എന്റെ പേരിൽ ഒരു കേസ് കൊടുക്കുവാൻ ഇടയായി തീർന്നു. കാരണം ഞാൻ അവരെ ചീത്ത പറഞ്ഞു, അവരെന്റെ പേരിൽ ഒരു കേസ് കൊടുത്തു. അപ്പൊ ഞാൻ ഇതിക്ക് മുന്നേ അവരുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഞാൻ അത്രയും പേരുടെ പേരിൽ കേസ് കൊടുത്ത കാരണം അത് SIക്ക് എന്നോട് ദേഷ്യമായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പ്രയാസമായി. അദ്ദേഹം എന്നെ തല്ലും. ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജീവിതം എല്ലാം നശിച്ചു, ജീവിതം ഒടുക്കി കളയാം എന്ന് കരുതിയിട്ട് ഒരു ഷോൾ എടുത്തിട്ട് ഞാൻ അത് കുരുക്കിയിട്ട്
ഇങ്ങനെ ചാടാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ അമ്മ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ മരിക്കാൻ പോണതിന് തൊട്ട് മുമ്പ് എൻ്റെ അമ്മ ഒന്ന് കഥകിൽ മുട്ടി എന്നോട് പറഞ്ഞു, നിന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ അദ്ദേഹമായിട്ട് കാലത്തെ പോയി. അദ്ദേഹം എനിക്ക് വേണ്ടി അവിടെ വന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കേസ് തീർത്ത് ഇറക്കി കൊണ്ടുവന്നു. അപ്പോഴും എനിക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് പ്രശ്നങ്ങൾ ഒഴിവാകുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു, ശരി, ഇത് എവിടെ ചെന്ന് ഇനി അവസാനിക്കും? എന്താണ് ഒരു ഫോൺ വഴി? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചേച്ചി എൻ്റെ അടുത്ത് യേശുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി അത് എവിടെയാണ് പോകുന്നത്? അപ്പൊ എന്നോട് സലീം തൊട്ടടുത്ത് ഒരു പാസ്റ്റർ ഉണ്ട്, ആ പാസ്റ്റർ നമ്പർ ഞാൻ തരാം, സലി വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചേച്ചി വിളിക്കുകയും പാസ്റ്റർ ഒരു സന്ധ്യ ആയപ്പോൾ എൻ്റെ വീട്ടിൽ കടന്നു വരികയും പാസ്റ്റർ കയറി വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു കസേരപ്പത്തിരിക്കുക, അന്നേരം ഞാൻ മദ്യം കഴിച്ചിട്ടുണ്ട്. പാസ്റ്റർ എന്നോട് പറഞ്ഞ, സലീം എന്താ? ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്, എന്റെ ജീവിതം തന്നെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങള്, കുടുംബം, ഭാര്യ, പറയുന്നതൊക്കെ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഒരു ജീവിതം തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അപ്പൊ എന്നോട് പാസ്റ്റർ പറഞ്ഞു, സലീമെ, യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ സലീം, സലിയുടെ കുടുംബം രക്ഷ പ്രാപിക്കും. സലീം വിശ്വസിക്കണം, യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ അത് സ്വീകാര്യമായിട്ട് എടുത്തില്ലെങ്കിലും പാസ്റ്റർ പറഞ്ഞു, നാളെ എന്റെ ചർച്ചിൽ ആരാധനയുണ്ട്, സലീം ഒരു ഞായറാഴ്ച കടന്നു വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ ആലോചിക്കട്ടെ. അങ്ങനെ പാസ്റ്റർ കടന്നുപോയി. എൻ്റെ കയ്യിൽ പിറ്റേ ദിവസം മദ്യപിക്കാനുള്ള പൈസ ഇരിപ്പുണ്ട്. ഞാൻ ആ പൈസ എടുത്തിട്ട് മദ്യപിക്കാനായിട്ട് പോയി. അങ്ങനെ പോയി, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു, പൈസ മുടക്കാത്തൊരു കാര്യമല്ലേ, ഇത്ര നാൾ നമ്മൾ പൈസ മുടക്കിയിട്ട് സമാധാനം കിട്ടിയില്ല, ഇനി പാസ്റ്റർ പറഞ്ഞ വഴി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രാർത്ഥനാലയത്തിൽ ഞാൻ ചെന്നു. അവരെല്ലാവരും എനിക്ക് വേണ്ടി വളരെ ഭംഗിയായിട്ട് പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് മദ്യപാനം കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ 14 ദിവസം ഞാൻ മദ്യപിക്കാതിരുന്നു. വീണ്ടും ഞാൻ മദ്യപിച്ച് വീണ്ടും വേറൊരു പ്രാർത്ഥനാലയത്തിലേക്ക് പോകാൻ ഇടയായിത്തീർന്നു. അവിടെ ഞാൻ ചെന്നു. അങ്ങനെ ആ പ്രാർത്ഥനാലയത്തിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫും എൻ്റെ മക്കളും അവിടെ വരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ അവിടെയും ആരാധന കഴിയുമ്പോൾ ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്കും പോയി മദ്യം കഴിക്കും. അങ്ങനെ ഞാൻ പോയി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊരു ഇത് തോന്നി, ഞാൻ എവിടെയാ പോകുന്നത്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നെനിക്കൊരു വീണ്ടും വിചാരം ഉണ്ടായി. ഞാൻ ദൈവത്തിന്റെ അടുത്താ പോകുന്നത്, പിന്നെ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കൊരു വീണ്ടും വിചാരം തോന്നി. ഞാൻ തകർന്ന മനുഷ്യനെ പോലെ ആ പ്രാർത്ഥനാലയത്തിൽ ചെല്ലുകയും ഞാനിവിടെ മുട്ടുകുത്തി. ഞാൻ പറഞ്ഞു, കർത്താവെ, നീ രക്ഷിക്കുമെന്ന് പലരും പറയുന്നുണ്ട്, നീ പാപികളെ രക്ഷിക്കും, കരുണ ചെയ്യും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവെ, ഞാൻ ഇത്ര നാൾ ഒരുപാട് ദൈവങ്ങളെ വിളിച്ചു. കർത്താവെ, നിന്നെ ഞാൻ വിളിക്കുകയാണ്, എന്നെ രക്ഷിക്കണം കർത്താവെ. ഞാൻ അങ്ങയുടെ സന്നിധി വന്നിട്ട് മദ്യപിക്കുന്നു, പക്ഷെ എന്നെ ഒന്നല്ല രക്ഷിക്കണം, അല്ലെ കർത്താവ് ഇവിടെ ഞാൻ ജീവിതം തീർത്ത് കളയണം എന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം മുതൽ എന്താണെന്ന് അറിയില്ല, എനിക്ക് മദ്യപാനത്തെ പറ്റിയുള്ള ചിന്തപ്പാട് പതുക്കെ 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 അങ്ങനെ എനിക്ക് മാറിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ തന്നെ ആരാധനയ്ക്ക് ഞങ്ങൾ എല്ലാ ദിവസവും പോകും. അങ്ങനെ കൂട്ടായ്മകൾക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പാസ്റ്ററുമായിട്ട് വെക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും അകലെയാണെങ്കിലും അടുത്താണെങ്കിലും ഒക്കെ ഞങ്ങൾ പോകാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥന സ്ഥിരം പോലെയായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അറിയില്ല, എന്റെ ജീവിതത്തിൽ തന്നെ സിഗരറ്റ് വലി, മുറുക്ക്, അങ്ങനെ പല പല ആൾക്കാരുള്ള വഴക്ക്, അങ്ങനെ ഇതൊക്കെ പതുക്കെ 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 ഒരു ഓർഡർ എന്ന പോലെ എന്നിൽ നിന്ന് അങ്ങ് മാറി പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ ജീവിതത്തിൽ ഒരു സന്തോഷം ആയി തോന്നി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും അമ്മക്കും അച്ഛനും ഒക്കെ ആ ഒരു പഴയതിലൊക്കെ ഒരു സന്തോഷം, കാരണം ഞാൻ ചെറുതായിട്ടൊന്നും ശരിയായ പോലെ അവർക്ക് തോന്നി. അങ്ങനെ പാസ്റ്ററൊക്കെ ഞങ്ങളുടെ വീട്ടില് വരാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ സുവിശേഷ പ്രവർത്തനമൊക്കെ അങ്ങനെ പോകണം താല്പര്യമൊക്കെ ഉണ്ട്. അങ്ങനെ വീണ്ടും ഞാൻ രാജീവ് പാസ്റ്ററിന്റെ ചർച്ചിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ പാസ്റ്ററുമായിട്ട് വീണ്ടും ഞാൻ ഓരോ വീടുകളിൽ പാസ്റ്ററുമായിട്ട് പോകും. അപ്പൊ ഈ മദ്യപാനത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ഞാൻ ഓരോരുത്തരും സംസാരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും മദ്യപാനം പൂർണ്ണമായിട്ട് എന്നിൽ നിന്ന് അകന്നു പോകാൻ ഇടയായിത്തീർന്നു. പിന്നെ മദ്യം ഏത് ഫംഗ്ഷൻ വന്നോട്ടെ, ഏത് ആവശ്യങ്ങൾ വന്നോട്ടെ, എനിക്ക് മദ്യപാനത്തോട് തീരെ താല്പര്യം ഇല്ല. അതിനെ നോ പറയാനുള്ള കരുത്ത് എനിക്കുണ്ടായി. അതുവരെ എനിക്ക് അങ്ങനെയല്ലായിരുന്നു. വേറെ ഏത്
സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ മദ്യം കഴി എനിക്ക് നിർത്താൻ ഒരിക്കലും സാധിച്ചിട്ടില്ല, പുകവലി നിർത്താൻ സാധിച്ചിട്ടില്ല. ഒരു കൂട്ടം നിർത്തി ഒരു കൂട്ടം ഞാൻ ഉപയോഗിക്കും. പക്ഷെ സകലതും എന്റെ കയ്യിൽ നിന്നും മാറിപ്പോയി. അങ്ങനെ ഒരു ദിവസം ഞാൻ പാസ്റ്ററിന്റെ അടുത്ത് ചെന്നു. എന്താ എനിക്ക് തന്നെ ഒരു വല്ലാതെ ഒരു ഇത് തോന്നി. കാരണം ഞാൻ ഇത്രമേൽ ഇങ്ങനെ ആവാൻ എന്താണ് ഒരു അത്ഭുതം. ഞാനപ്പോ പാസ്റ്ററിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ എന്താണ് എന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത്? കാരണം ഒരിക്കലും നന്നാവില്ല എന്ന് ഒരു നാട് മുദ്ര കുത്തിയ, ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വീട്ടുകാർ വിചാരിച്ചു, ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ബന്ധുത്രാദികൾ പറഞ്ഞ ഞാൻ എങ്ങനെ നന്നായി പാസ്റ്ററെ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, സലിംബദറെ, പാപികളെ തേടിയാണ് യേശുക്രിസ്തു വന്നത്. ആ പാപിയായ സലീമിനെ യേശുക്രിസ്തു ചേർത്ത് പിടിച്ച് നിന്നെ ആ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചപ്പോൾ നീ നല്ലവനായി മാറി. അതാണ് പാസ്റ്ററെ, ഞാൻ ഇന്ന് എന്തിനേക്കാളും ഉപരി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ മുറിയിൽ കയറി പാസ്റ്ററെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ആ ദൈവത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് നമ്മൾ നടന്നു ചെല്ലുന്നത് മരണത്തോളം. അതാരും അറിയുന്നില്ല. നമ്മൾ ജനിച്ചു ദൈവത്തിലേക്ക് തന്നെയാണ് നമ്മൾ നടന്നെടുക്കുന്നത്. നമ്മുടെ അവസാനം ദൈവത്തിലേക്ക് തന്നെയാണ് നടന്നെടുക്കുന്നത്. പക്ഷെ ആ ദൈവത്തിനിടയിലുള്ള നല്ല പ്രവൃത്തികളെ ചെയ്യുവാൻ എനിക്ക് സാധിച്ചില്ല പാസ്റ്ററെ. ദൈവം നമുക്ക് ജീവിതം തന്നത് നല്ല പ്രവൃത്തികൾ ചെയ്യാനാണ്. പക്ഷെ ഞാനത് തിരിച്ചറിഞ്ഞപ്പോൾ വൈകിപ്പോയി. നല്ലതെന്ന് പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ജനിപ്പിച്ച അച്ഛനോടും അമ്മയോടും, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ച് എന്നെ മാത്രം സ്നേഹിച്ച് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് കൊതിച്ചു വന്ന എന്റെ ഭാര്യയോടും എനിക്ക് സ്നേഹം കാണിക്കാൻ കഴിഞ്ഞില്ല. എന്റെ മക്കളോടും എനിക്ക് സ്നേഹം കാണിക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ ആ മദ്യത്തിലൂടെ എല്ലാം തകരപ്പെട്ടു പോയി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സ്നേഹമാണ് വലുതെന്നും അത് ദൈവത്തിലൂടെ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്നെനിക്ക് മനസ്സിലായത്. പക്ഷെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വീണ്ടും നല്ല സ്വഭാവത്തോടും നല്ല ജീവിതത്തോടും കൂടി ഞങ്ങൾ അയലോകത്ത് വീണ്ടും നല്ലവരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി. അങ്ങനെ നല്ലവരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആചാരപരമായിട്ട് ഞങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അവർ ക്ഷേത്രത്തിൽ പോകുന്നവരാണ്. എങ്കിലും ഞങ്ങൾ അവിടെ താമസിച്ചു. ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയും ഒക്കെ ചെയ്യും. പക്ഷെ എനിക്ക് പല ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഈ ദേശത്ത് ഒച്ചയിൽ കൊട്ടി പാട്ട് പാടുന്ന വ്യക്തിയാണ്. എനിക്ക് ജീവിതം കിട്ടിയപ്പോഴത്തേക്കും ഞാൻ 3 4 നേരം വെച്ച് യേശുവിനെ സ്തുതിക്കുമായിരുന്നു. എൻ്റെ വീട്ടിൽ എപ്പോഴും ഞാൻ കൊട്ടിപ്പാടും. ആദ്യം ഞാൻ ഉണ്ടാക്കിയിരുന്നത് എനിക്ക് യേശുവിനോടുള്ള വാത്സല്യം, സ്നേഹം എനിക്ക് അത്ര ഇഷ്ടം കൊണ്ട് ഞാൻ ഒരു കടയിൽ പോയി സോഡാ കുപ്പികൾ പെറുക്കിക്കൊണ്ടുവന്ന് അത് ചളുക്കിയെടുത്ത് ഒരു ആണി അടിച്ചിട്ട് അത് കൊട്ടി ഞാൻ പാടുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ബക്കറ്റ് പോലത്തെ ഒരു സ്ഥാനത്ത് കൊട്ടി ഞാൻ ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ടാ കൊട്ടുന്നത്. പക്ഷെ ഞാൻ രാവിലെ 9 മണിക്കും തുടങ്ങും, ഞാൻ വൈകുന്നേരം 6 മണിക്കും പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥന ഉണ്ട്. അത് കൊട്ടിപ്പാടും. അതിനൊക്കെ എതിരായിരുന്നു. ഒത്തിരി പേരെന്നെ കല്ല് വെച്ചെറിഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ കൊട്ടിപ്പാടുമ്പോൾ കല്ല് വെച്ചെറിഞ്ഞിട്ടുണ്ട്. എൻ്റെ വൈഫും ഞാനുമടക്കം ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വൈഫ് കല്ല് വന്ന് വീണിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയും, ഞാൻ കർത്താവിന് വിട്ടു പോകില്ല. ഏറ് കൊണ്ടാലും അടി കൊണ്ടാലും ഞാൻ മാറില്ല. പക്ഷെ ഞാൻ കർത്താവിന് വേണ്ടി പാസ്റ്ററെ ഇന്നയോടെ ഞാൻ നിർത്താതെ കൊട്ടിപ്പാടും. ഇന്നും എൻ്റെ വീട്ടിൽ രാവിലെ ഞാൻ കൊട്ടിപ്പാടും. അങ്ങനെയൊക്കെ പാടുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞു. പ്രാർത്ഥനയാണെങ്കിൽ ഇവിടെ താമസിക്കരുത്, പ്രാർത്ഥന ഇല്ലാതെ ഇവിടെ താമസിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കില്ല. എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടെങ്കിലും പാസ്റ്റർ ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും, ഞാൻ പാട്ട് പാടും, കുട്ടും, ആരാധിക്കും. അതിന് മേലെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി പാസ്റ്റർ. എൻ്റെ പേര് ഒരുപാട് വിഷയങ്ങൾ, പോലീസ് കേസുകൾ. പക്ഷെ എങ്കിൽ കൂടി ഒരു SI എൻ്റെ വീട്ടിൽ കടന്നു വരാൻ ഇടയായി തീർന്നു. പരാതി കൊടുത്ത് എൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആ ബാറിന്റെ വാതിക്കൽ കിടന്നിട്ടുള്ള ആളാണ്. നിങ്ങളുടെ പോലീസ് സ്റ്റേഷന്റെ ബാറിന്റെ വാതിക്കൽ കിടന്നിട്ടുള്ള ആളാണ്. എന്നെ രക്ഷിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ സാറന്മാരൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല സാർ. പുകവലി ഉണ്ടായിരുന്നു, ഇല്ലാത്ത ശീലങ്ങൾ, വഴക്കുണ്ടായിരുന്നു, എന്റെ കേസുകൾ അവിടെ ഉണ്ട്. സാർ ഇന്ന് ഞാൻ ആ യേശു എന്നെ രക്ഷിച്ചത് കൊണ്ടാണ് സാർ ഞാൻ സാറല്ല ആര് പറഞ്ഞാലും ഞാൻ പാടും. SI പറഞ്ഞു, ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടില്ലേ, അവന് വെറുതെ വിടും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അത്രയേറെ ഞാൻ യേശുവിനെ ഇന്ന് എന്ത് കൊടുത്താലും മതിവരാതെ ഞാൻ സ്നേഹിക്കും. പക്ഷെ ഈ ദൈവത്തെ ആരും, ഞങ്ങൾ ഒരുപാട് പേരോട് പറയാറുണ്ട്, പക്ഷെ അറിയുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ മാറ്റം വരുത്താനും ഇത്രയേറെ സ്നേഹിക്കുന്ന, ഏതഴുക്കിൽ കിടന്നാലും നമ്മളെ എടുക്കുന്ന ഈ കർത്താവിന് തുല്യമായി മറ്റൊന്നുമില്ല പാസ്റ്റർ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ ഇടപെടുത്തി. എൻ്റെ വീട്ടിൽ പോലീസുകാർ വന്നിട്ട്
എന്നോട് പറഞ്ഞു, ഇന്ന് സലീം ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ജനിച്ചു വളർന്ന വീടാണ്, ഇന്ന് എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, 2 ദിവസം സമയം തരും, ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇറങ്ങിയപ്പോ ഒരു നിമിഷം എന്റെ ചങ്ക് തകർന്നു. കാരണം ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് 30-40 വയസ്സ് വരെ ജീവിച്ച വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങണം എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ ചങ്ക് തകർന്നു പോയി. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചു, കർത്താവ് പറഞ്ഞിട്ടായിരിക്കും ഇറങ്ങേണ്ടി വരുന്നത്, അല്ലാതെ എങ്ങനെ ഇറങ്ങാം? അപ്പോൾ എന്നോട് പലരും പറഞ്ഞു, യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ട് എന്തായി, മോൻ പെരുവഴി ആയില്ലെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ അപ്പോഴും ബൈബിൾ എടുത്തിട്ട് ഞാൻ പോലീസുകാരോട് പറഞ്ഞു, സാറേ ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തെയാ, യേശുവിനെ. സാറേ ഞാൻ നശിഞ്ഞു പോകില്ല, എവിടെ പോയാലും ഞാൻ ജീവിക്കും, ഒന്നുമില്ലെങ്കിലും ഞാൻ ജീവിക്കും. എനിക്കെല്ലാം ഉണ്ടായിരുന്ന പാസ്റ്റേ എല്ലാ സ്ഥലങ്ങളും എല്ലാം നഷ്ടപ്പെടുത്തി ഞങ്ങളെ രാത്രിക്ക് ഒന്നും എടുക്കാതെ കുഞ്ഞു മക്കളുമായിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകും. അച്ഛനമ്മയും കുറ്റം പറയാൻ പറ്റില്ല, അവരിൽ ഇടപെടുന്ന പൈശാചിക ബന്ധനം കൊണ്ടായിരിക്കും. ഞങ്ങൾ രാത്രിക്ക് ഇറങ്ങി എന്റെ വൈഫിന്റെ വീട്ടിലേക്ക് പോയി. ഞാൻ എന്റെ സ്കൂട്ടർ എടുത്ത് ഞങ്ങൾ പുറകെ പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോ അവിടെ എന്റെ അമ്മ എന്നോട് ചോദിച്ചു, മക്കള് നിങ്ങൾ വിശ്വസിച്ച് യേശു നിങ്ങളെ ചതിച്ചില്ലേ, നിങ്ങൾ പെരുവഴിയായില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ, അമ്മ ആകട്ടെ, എന്ത് വേണമെങ്കിലും വന്നോട്ടെ, ചിലപ്പോ എന്റെ ജീവിതം ഇത്രയും പോയത്, പക്ഷെ എന്റെ കുടിയിൽ നിന്നും വലിയിൽ നിന്നും ഒരു 2ാം ജന്മമായിട്ട് എന്നെ രക്ഷിച്ചൊരു യേശുണ്ട്. ആരെല്ലാം എന്നെ തള്ളിപ്പറഞ്ഞാലും, പെറ്റു തള്ളേന്നുണ്ട് നാട്ടുകാർ പറഞ്ഞോട്ടെ, എല്ലാരും തള്ളിക്കളഞ്ഞാലും ഞാൻ ആ യേശുവിനെ വിശ്വസിക്കും. യേശുവിനെ ഞാൻ വിശ്വസിക്കും. കാരണം ചതിപ്പിൽ കിടന്ന് എന്നെ എടുത്തതാണ്, ഇത്രയെങ്കിലും ജീവിക്കാൻ തന്ന, ഇനി മുതല് പോട്ടെ, എനിക്ക് യേശു ഉണ്ടല്ലോ, അത് മതി അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാലത്തെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിള്ളേരെ സ്കൂളിലാക്കണം പാസ്റ്ററെ. ഞങ്ങള് ഈ തെക്കമ്പറമ്പ് ദേശത്ത് വന്നിട്ട് പുത്തൻകാവില് എന്റെ മക്കളെ പഠിക്കാനാക്കിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഒരു വടയും ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കനെ പിള്ളേരുടെ പഠിത്തം കഴിയുമ്പോൾ അങ്ങ് പോകും. അങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല പാസ്റ്റർ. എവിടെ കിടക്കും? അവിടെയാണ് കിടക്കാൻ പറ്റുമൊന്നുമില്ല, ചെറിയ മുറികളൊക്കെ. അങ്ങനെ വിശ്വാസം ഞങ്ങളോട് പറഞ്ഞു, സലീമെ ഞങ്ങളൊരു വീട് തരാം, അവിടെ താമസിക്കാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞു വീട്, പക്ഷെ അതിൻ്റെ അകത്ത് ഞങ്ങള് താമസിച്ചു. അപ്പോഴും പാസ്റ്റർ ഞങ്ങൾ തമ്മില് വിഷയങ്ങളൊക്കെ ഉണ്ടാവും. പിള്ളേരൊക്കെ ഇല്ലേ, അവർ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കും, വിശ്വാസത്തിലാണെങ്കിലും പിള്ളേരൊക്കെ ഇല്ലേ. അപ്പം നമ്മൾ അന്യ സ്ഥലത്ത് താമസിക്കുമ്പോഴേക്കും ഡിസിപ്ലിൻ വേണം. നമ്മുടെ നാട് പോലെയല്ല, മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും അവിടെ നമ്മളെ നാട്ടുകാരെ മാനിക്കണം. പോരാത്തിന് നമ്മൾ വിശ്വാസികളാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പല നമ്മുടെ വീടുകളിൽ വിഷയങ്ങളുണ്ടാവും. നമ്മുടെ സ്വന്തം വീടാണ്, പക്ഷെ അതുപോലെ മറ്റൊരു അവിടെയും വിഷയങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അപ്പോഴും പാസ്റ്റർ എനിക്കൊരു ആഗ്രഹമുണ്ട്, യേശുവിന്റെ ഈ സാക്ഷ്യം എന്നെ രക്ഷിച്ചതല്ലേ, ആ കർത്താവിനെ മാനിക്കണം. ഒരിക്കലും ഒരു ചീത്ത പേര് നമ്മളെ മുഖാന്തരം ഉണ്ടാവരുത്. അങ്ങനെ കർത്താവിന് വേണ്ടി നമ്മളിവിടെ പലതും സഹിച്ച് ഒക്കെ നിന്ന് പോകുന്നു. അപ്പൊ ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അച്ഛൻ പോലും അമ്മ പോലും ആരും പാസ്റ്റർ തിരിഞ്ഞു നോക്കാൻ എന്റെ ജീവിതത്തിലില്ല, എല്ലാം വഴിമുട്ടി. പാസ്റ്റർ എപ്പോഴും എന്റെ മക്കൾ അവിടേക്ക് വെള്ളം അടിക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ മോളും എന്റെ ഭാര്യയും ഒക്കെ അവിടെ താമസിക്കുക, കർത്താവ് പ്രൊട്ടക്ഷൻ. അപ്പോഴും ഞാൻ പാസ്റ്ററെ എല്ലാരും കിടന്നാലും ഞാൻ കിടക്കില്ല പാസ്റ്ററെ. രാത്രി ആകുമ്പോൾ ഞാൻ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ ജീവനായ യേശുവേ, അങ്ങ് ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അങ്ങാണെങ്കിൽ 1 സെന്റ് ഭൂമിയും പ്രാർത്ഥിക്കാനൊരു മുറിയും ഞങ്ങൾക്ക് തരണം, അത് മതി ഞങ്ങൾക്ക് യേശുവിനെ പ്രാർത്ഥിക്കാൻ, ലോകത്തൊന്നും മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ പാസ്റ്ററെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും, അപ്പൊ ഇതിക്ക് മുന്നേ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനവിടെ ഉപവാസത്തിൽ പ്രാർത്ഥിച്ച് ഒരാഴ്ച എനിക്ക് കണ്ണീരാ കഴിഞ്ഞോട് പ്രാർത്ഥിച്ചാൽ പറഞ്ഞു, കർത്താവേ എനിക്ക് എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഒരു അടയാളം എനിക്ക് കാണിക്കണം, അടയാളങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോ ഒരു വെള്ളപ്രാവ്, എവിടുന്നാന്ന് അറിയില്ല പാസ്റ്റർ, വെള്ളപ്രാവ് ആ വീടിന് ഫ്രണ്ടിൽ വന്നു. പക്ഷെ അത് പറന്നുപോയി എവിടേക്കും. പക്ഷെ എനിക്കിത് ഭയങ്കര ഒരു സമാധാനം പോലെ എനിക്ക് തോന്നി. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പാസ്റ്ററെ പഞ്ചായത്തിൽ നിന്ന്, അപ്പൊ ഇതിക്ക് മുന്നേ പാസ്റ്റർ എന്റെ വൈഫ് ഒരു ലൈഫിന്റെ വീടിന് വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് പാസ്റ്ററെ പഞ്ചായത്തിൽ നിന്ന് ഒരു വിളി വന്നു, സലിം ചേട്ടൻ ഒരു വീട് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വീടിപ്പ് കിട്ടുമോ? നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞല്ലേ. ഇല്ല ചേട്ടൻ നാളെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വലിയ പ്രതീക്ഷയോടെ പോയി പാസ്റ്റർ. അവിടെ ചെന്ന് ഒക്കെ എഴുതി റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പറഞ്ഞു, ചേട്ടന് വീട് പാസ്സായിട്ടുണ്ട്, ചേട്ടന്റെ പേര് സ്ഥലം വേണമെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛനും അമ്മ എനിക്ക് സ്ഥലം തരില്ല, എന്നോട് വഴക്കല്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥിക്കും പാസ്റ്റർ, പ്രാർത്ഥിച്ചു. പക്ഷെ എങ്ങനെയോ അച്ഛന്റെ മനസ്സലിഞ്ഞു.
വൈരാഗ്യം മാറി അച്ഛൻ ഞങ്ങൾക്ക് ഒരു 5 സെന്റ് സ്ഥലം അവിടെ എഴുതി തരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ പാസ്റ്റർ ലൈഫിന്റെ വീട് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിലാണെങ്കിൽ പാസ്റ്റർ എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥന വയ്ക്കും. പാസ്റ്റർ എപ്പോഴും വീട്ടിലെ ഉപവാസ പ്രാർത്ഥനകൾ സംഘടിപ്പിക്കും. രാജ്യ പാസ്റ്റർ വരും, ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും നല്ലതുപോലെ പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ പാസ്റ്റർ വീടിന്റെ ആ ഫസ്റ്റ് ഗഡുവ് കിട്ടി. അപ്പോഴും എന്റെ വൈഫ് പറഞ്ഞു, നമുക്ക് അവിടെ താമസിക്കണ്ട, നമുക്ക് ഇവിടെ താമസിക്കാം, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വാടക വീട്ടിൽ കിടന്ന് നമുക്ക് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവിന്റെ വഴിയായിരിക്കും, നമുക്ക് എവിടെയാണെങ്കിലും താമസിക്കാം. അപ്പൊ നമ്മൾ ഒറ്റക്കല്ല, കർത്താവ് നമ്മളോട് കൂടെയുള്ളപ്പോ നമ്മൾ എന്തിന് ഭയപ്പെടണം, ആരും പേടിക്കണം. അങ്ങനെ ഞങ്ങൾ എവിടേക്ക് പോകാൻ ഇടയായി തീർന്നു, ഇവിടേക്ക് വന്നു. അങ്ങനെ വീടിന്റെ പണി, കരിങ്കല്ലൊക്കെ ചെറിയ വഴിയാണ് പക്ഷെ അതിലെങ്ങനെ എന്ത് കൊണ്ടുവരും, ഞങ്ങൾ വല്ലാതെ ആഗ്രഹപ്പെട്ടു. പക്ഷേ പണി കർത്താവ് വളരെ ഭംഗിയായിട്ട് തന്നെ പാസ്റ്റർ എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയാൽ ആ വീട് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഞങ്ങള് അമ്മയുടെ കണ്ണ് ഓപ്പറേഷൻ ആയപ്പോഴത്തേക്കും നിങ്ങൾ തിരിച്ച് വീണ്ടും വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റേ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, കാരണം യേശുവിന്റെ സ്നേഹം എനിക്കറിയാം. ഞാൻ അച്ഛനും അമ്മയും നോക്കും, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ ഞങ്ങൾ മടങ്ങി വന്ന് വീണ്ടും കണ്ണ് ഓപ്പറേഷന്റെ ഇതൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങൾ പാസ്റ്റേ പണിതീരാത്ത വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നില്ല, അവിടെ അങ്ങനെ താമസിച്ച്. അപ്പൊ ആ വീടിന്റെ പണിയൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. അങ്ങനെ ഞങ്ങളോട് ഈ പരിസരവാസികൾക്കും എല്ലാവർക്കും എന്നോട് വളരെ സ്നേഹമായി. ഞാൻ വഴക്കിട്ടവരൊക്കെ ഒരുമിച്ച് സഹകരിക്കുകയും അവരുമായിട്ട് ഞാനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര തോന്നിയിട്ടുണ്ട്. കാരണം ഞാനെന്നൊരു വ്യക്തി ആൾക്കാരോട് വഴക്കിട്ട് കഴിഞ്ഞാൽ സൗഹൃദം പുലർത്തില്ല. കാരണം ഞാൻ പഴയ വ്യക്തിയാണെങ്കിൽ എനിക്ക് വൈരാഗ്യമായിരിക്കും. പക്ഷെ ഞാൻ എന്നെ തല്ലിയവരെ പോലും ചേർത്ത് പിടിച്ച് അവരോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അവര് വഴക്കിടുമ്പോൾ ഞാൻ ഇടപെടുകയൊക്കെ ചെയ്തു. പക്ഷെ അവർക്ക് തോന്നിക്കാണോ ഇവരെന്താ, കാരണം വൈരാഗ്യമുള്ളവർ നശിച്ചു പോകാനല്ല ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സ്നേഹം അതിന്റെ ഉള്ളിൽ നേരത്തെ ആണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. കാരണം വഴക്കിട്ട് കഴിയുമ്പോൾ അവൻ എന്തെങ്കിലും വെട്ടിയുകുത്തി ചാകട്ടെ എന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷെ അതിന് കഴിയുന്നില്ല. കാരണം എന്റെ മനസ്സതിന് സമ്മതിക്കില്ല. ഞാൻ അപ്പൊ അവരെ വിളിച്ചു പറയും, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്, വഴക്കിടുന്നതാണോ മര്യാദ, സ്നേഹത്തോട് പോകുന്നതാണ്. അങ്ങനെയൊക്കെ ചിലർ അംഗീകരിക്കാറില്ല, ചിലർ നമ്മളെ പുച്ഛിക്കുന്നവരുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് കാരണം കർത്താവിൽ ആ സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടപെടുന്നത്. അങ്ങനെ ഒരുപാട് മാറുവാൻ ഞാൻ എന്റെ മനസ്സിനെ തന്നെ എനിക്ക് മാറ്റം തോന്നി. എന്താണ് ഞാൻ ചില നേരം ഞാൻ ചിന്തിക്കാറ്, ഞാൻ ഇങ്ങനെ പഴയ സ്വഭാവത്തിൽ നിന്നൊക്കെ വളരെ മാറ്റം വന്നു. അപ്പോൾ ഞാനും ഇതുമാണ്, ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ജീവിതം കിട്ടി. പിന്നീട് പാസ്റ്റർ ഞാൻ ഒന്നും ആഗ്രഹിച്ചില്ല പാസ്റ്റർ, വിശ്വാസത്തിലേക്ക് വന്നെങ്കിലും പലരും പാസ്റ്റർ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായെന്ന് പറഞ്ഞാൽ പാസ്റ്റർ, ഞാൻ സ്നാനപ്പെടണമെന്ന് ആഗ്രഹിച്ചത് എന്റെ ഉള്ളിൽ കൊതി തോന്നി. കാരണം മറ്റൊന്നിനും വേണ്ടിയല്ല, കാരണം എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടുമുണ്ട്, മാറ്റാൻ കഴിയാത്തതും രക്ഷപ്പെടാൻ കഴിയാത്തതും ഒരുപാട് വിഷയങ്ങൾ ഇത്രം പോന്നിട്ടും എനിക്ക് പല വിഷയങ്ങളും ഉണ്ട്. കാരണം ദേഷ്യമൊന്നും മാറിയിട്ടില്ല, അതുപോലെ തന്നെ ആൾക്കാരുടെ മറുത്തു പറച്ചിൽ ഇടക്കിടക്കൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇത് ചിലപ്പോൾ ഞാൻ സ്നാനപ്പെടണം, എന്റെ കർത്താവിന് ഫുള്ളായിട്ട് സ്നാനപ്പെടെങ്കിൽ മാത്രമേ എനിക്ക് ആകാൻ കഴിയൂ. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അങ്ങനെ സ്നാനപ്പെട്ട് ജീവിച്ചപ്പോഴത്തേക്കുമാണ് എനിക്കൊരു പരിപൂർണ സന്തോഷം ജീവിതത്തിൽ കിട്ടാൻ തുടങ്ങിയത്. ഞാനും പറയുന്നത് പലരും ഈ വീട് മോഹിച്ചും കാറ് മോഹിച്ചും പലതും മോഹിച്ചും വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ടവരുണ്ട്. എന്നോട് പറയാറുണ്ട്, കാരണം കാറ് കിട്ടും വീട് കിട്ടും, ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല. കാരണം അവര് സ്നേഹിച്ചത് കാറിനെയാണ്, അവര് സ്നേഹിച്ചത് വീടിനെയാണ്, അവര് സ്നേഹിച്ചത് പണത്തെയാണ്. പക്ഷേ എന്റെ ഉള്ളാലെ ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ചത് കർത്താവിനെയാണ്. പക്ഷെ കർത്താവിനെ സ്നേഹിക്കുമ്പോഴത്തേക്കും കർത്താവിന്റെ ഉള്ളതെല്ലാം നമുക്ക് തരും. ഈ ലോകത്തു നിന്നൊന്നും പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ലോകത്തു നിന്നൊന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, ഒരു സാധനം നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം പലരും നമ്മൾ കാണാറുണ്ട്, പലരും ഒന്നുമില്ലാതെ ഭൂമിയിലേക്ക് വരും, ഒന്നുമില്ലാതെ തന്നെ മടങ്ങിപ്പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം തുടങ്ങുന്നത് ദൈവത്തിൽ, അതിൽ സഞ്ചരിച്ച് മരണത്തിലേക്ക് അടുക്കുന്നത് ദൈവത്തിലേക്ക് തന്നെ. പക്ഷെ അത് നമ്മൾ ഇവിടെ ചെയ്യുന്ന നല്ല പ്രവൃത്തി കൊണ്ട് മാത്രമേ ആ നടത്തം ദൈവത്തിലേക്ക് നടക്കുകയുള്ളൂ. പക്ഷെ ഞാൻ ചെയ്ത പോലെ പാപമാണ് ചെയ്യുന്നതെങ്കിൽ ആ റൂട്ട് മാറിപ്പോകും. നമ്മൾ ജനിച്ചു മരണം വരെ നമ്മൾ ദൈവത്തിലേക്ക് അടുപ്പോ.
പക്ഷെ അത് ഇവിടെ നമ്മൾ യേശു ക്രിസ്തുവിനെ നമ്മൾ ആ ജീവിത മധ്യത്തിൽ വെച്ച് കണ്ടുമുട്ടിയെങ്കിൽ അത് യഥാർത്ഥമായിട്ട് ആത്മാർത്ഥതയോടെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ജീവിതത്തിൽ നല്ലൊരു അനുഗ്രഹം കിട്ടുകയുള്ളൂ. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ കലർപ്പില്ലാതെ കർത്താവിനെ സ്നേഹിച്ചു. കാരണം എന്നെ രക്ഷിച്ചത്, കാരണം ഞാൻ എന്ന വ്യക്തിയെ എല്ലാ നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞു മരിച്ചുപോയി, ഇവൻ മരിച്ചുപോയി, ഇവന് രക്ഷയില്ല. പക്ഷെ ഒരു മനുഷ്യനെ പറ്റി അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ഡോക്ടർ പോലും പറയുക ഇവൻ മരിച്ചു പോകുമെന്ന്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും വീട്ടുകാർ പറയുക നമ്മുടെ കേക്ക് അതവൻ പോയിക്കോട്ടെ, ഇനി എന്തിനാ അവനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനൊരു ജന്മമല്ലേ പാസ്റ്റേ, ദൈവം സൃഷ്ടിച്ചൊരു ജന്മമല്ലേ. പക്ഷെ ആർക്കും വേണ്ടാതെ ആവുന്നൊരവസ്ഥ ഒരുപാട് പേരുണ്ട് നമ്മൾ കാണാറുണ്ട്. ആർക്കും വേണ്ടാതെ ആവുന്ന അവരുടെയൊക്കെ അവസ്ഥ ഓർക്കുമ്പോൾ ജീവിച്ചു വന്നിട്ട് ആർക്കും വേണ്ടാത്ത, അമ്മയ്ക്കും അച്ഛനും നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാന്ന് പറയുമ്പോഴുള്ള വേദന, അല്ലെങ്കിൽ ഇവൻ കഴിവില്ലാത്തവനാന്ന് പറയുമ്പോൾ വേദന, ഇവൻ കൊള്ളരുതാത്തവനാന്ന് പറയുമ്പോഴുള്ള വേദന. പക്ഷെ ആ വേദനയിൽ നിന്നും ഒരു ആശ്വസിപ്പിക്കാൻ നമുക്കൊരു നാട്ടുകാരോ ഒരു വീട്ടുകാരോ അല്ലെങ്കിൽ ആരും വന്നിട്ടില്ല. പക്ഷെ ആ ആ ആ ആ വേദനയിൽ, എന്നെ ഒറ്റപ്പെടുന്ന വേദനയിൽ, ആരുമില്ലാത്ത നെഞ്ചു പിളർക്കുന്ന വേദനയിൽ എന്നെ തേടി വന്ന യേശു, ആ യേശുവിനെ ഞാൻ പാസ്റ്ററെ ആത്മാർത്ഥതയോട് തന്നെ സ്നേഹിച്ചു. ഞാൻ ഇന്നും പാസ്റ്ററെ എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം, എവിടെ വേണമെങ്കിലും നിൽക്കാം. പക്ഷെ എനിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും എന്ത് കിട്ടിയില്ലെങ്കിലും ഒരു നേരം എനിക്ക് പ്രാർത്ഥിക്കണം പാസ്റ്ററെ എന്റെ ജീവിതത്തിൽ. കാരണം ഞാൻ മനസ്സിലാക്കി ഏറ്റവും വലുത് ദൈവമാണെന്നുള്ളത്. കാരണം നമുക്ക് അമ്മയുണ്ടെങ്കിലും അച്ഛനുണ്ടെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിലും ഭാര്യ ഉണ്ടെങ്കിലും ഇവരൊക്കെ ചിലപ്പോൾ നമ്മളെ കൈയൊഴിയാം. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് അവരുടെ പ്രവൃത്തികളെല്ലാം എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. ജനിച്ച് അവസാനത്തോളം ഒരുപോലെ ജീവിക്കാൻ ഒരാൾക്ക് കഴിയുകയില്ല. കാരണം മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങൾ വരാം, ചിലപ്പോൾ ഒരു വാക്കുകൾ വരാം, മുറിക്കുന്ന വേദന ഉണ്ടാക്കാം. അവിടെയെല്ലാം ഈ ബന്ധുക്കളും നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും നമ്മൾ അകന്നു പോകാം. പക്ഷെ അങ്ങനെയൊക്കെ അകന്നു പോകാത്ത ഒരാൾ ദൈവം മാത്രമേ ഉള്ളൂ, ആ യേശു മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾക്ക് വേണ്ടി കർത്താവ് ഭൂമിയിലേക്ക് വന്ന്, ഞാൻ ഇത് മനസ്സിലാക്കിയപ്പോൾ ഫസ്റ്റ് എനിക്ക് മനസ്സിലായത്. കാരണം ഭൂമിയിലേക്ക് വന്നത് ഒരു ആഹാരത്തിന് വേണ്ടിയല്ല, ഒരു വസ്ത്രത്തിന് വേണ്ടിയല്ല, ഒരു പാർപ്പിടത്തിന് വേണ്ടിയല്ല, സ്വന്തം ജീവൻ വെച്ചു കൊടുക്കാൻ തയ്യാറായി. സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പലയിടത്തും ഒറ്റപ്പെട്ടു നിന്ന ഒരു അനുഭവം കർത്താവ്, എനിക്ക് തോന്നുന്നു അങ്ങനെയായിരിക്കും. കാരണം കർത്താവിനെ ഇടിക്കുമ്പോഴും തല്ലുമ്പോഴും കുത്തുമ്പോഴും ഒക്കെ കർത്താവ് മാറി നിൽക്കുകയായിരുന്നു. പക്ഷെ അവിടെയെല്ലാം ചിന്തിച്ചത് എന്നെ പറ്റിയും മറ്റുള്ള സാധുക്കളെ പറ്റിയും ഒക്കെ ആയിരുന്നു കർത്താവ് ചിന്തിച്ചത്. ആ സ്നേഹം ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അത്രയേറെ ഞാൻ ആ കർത്താവിനെ സ്നേഹിച്ചു. എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല പാസ്റ്ററെ. കാരണം ഇന്നിപ്പോൾ പാസ്റ്ററെ എനിക്ക് കയറി കിടക്കാൻ നല്ലൊരു വീട് എനിക്ക് പാസ്റ്ററെ, ഞങ്ങൾ ഒരു നല്ല വീട് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞങ്ങൾ കിടന്നൊരു തൊഴുത്ത് പോലത്തെ വീട് ഞങ്ങൾ താമസിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് ഒരു നില വീടും അല്ല പാസ്റ്റർ, ഞങ്ങൾക്ക് ദൈവം ഒരു 2 നില വീട് തന്നു. ഞാൻ അവകാശമില്ല പക്ഷെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ വീട് ഒരിക്കലും എന്റെ പേരിലാവരുത്, ഒരിക്കലും എന്റെ പേരിലാവരുത്. ഞാൻ പറഞ്ഞു ഈ വീടല്ല, ഇതൊന്നും കിട്ടിയാൽ എനിക്കൊരു സന്തോഷമില്ല. കാരണം എന്നെ രക്ഷിച്ച ആ ചതിപ്പിൽ നിന്നെടുത്ത, ആ ചേറിൽ നിന്നെടുത്ത, അറക്കുന്ന രീതിയിൽ കിടന്ന് എന്നെ എടുത്ത ആ യേശുവിനെ മതി എനിക്ക്, അത് മതി. മറ്റൊന്നും എനിക്ക് വേണ്ട. മരിക്കോളം കർത്താവേ എനിക്ക് നടന്ന് നിന്റെ അരികത്ത് വന്നാൽ മതി, അത് മതി. ഞാൻ അങ്ങനെ സ്നേഹിച്ചു പോയാൽ, വീടിനെ സ്നേഹിച്ചാൽ, പണത്തിനെ സ്നേഹിച്ചാൽ, മറ്റെന്തിനെ സ്നേഹിച്ചാലും യേശുവിന് വലുതാവില്ല, ആ ദൈവത്തിനും വലുതാവില്ല. ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റർ, ഒരു സാധനം നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാനില്ല. അങ്ങനെ പക്ഷെ ഞങ്ങള് ഇന്ന് വളരെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുക. എനിക്കും പറയാനുള്ള സന്തോഷം ഇതാണ് പക്ഷേ, ഒരിക്കലും ഒന്നിനെയും ചൊല്ലി കർത്താവിനെ സ്നേഹിക്കാൻ പോകരുത്, ഒന്നിനെയും ചൊല്ലി സ്നാനപ്പെടാൻ പോകരുത്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ കർത്താവിനെ നമ്മൾ അകമൊഴിഞ്ഞ് സ്നേഹിക്കണം. നമ്മുടെ മനസ്സ് കർത്താവിനെ കൊടുക്കണം. സർവ്വം സൃഷ്ടിച്ച കർത്താവിന് എല്ലാം നമുക്ക് തരാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട്, കർത്താവെ എനിക്ക് ഒരു ചെറുതായിട്ട് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞാൽ, പക്ഷെ നമുക്ക് അതിൽ വലുതായിട്ട് കർത്താവ് തരും. അതിനൊരു അനുഭവസ്ഥനാണ് പാസ്റ്റർ ഞാൻ.
കാരണം എനിക്കൊരു ടൂ വീലർ പോലും ഓടിക്കാൻ അറിയില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒരു വണ്ടി ഓടിക്കാൻ അറിയില്ല. ഒരു സ്കൂട്ടർ എനിക്കൊരാൾ ഒരു വീട്ടിൽ പെയിന്റിങ്ങിന് ചെന്നപ്പോ പറഞ്ഞു, എനിക്കറിയില്ല കർത്താവ് ഒരുക്കുന്നതെന്ന്. എന്നോട് സലിമ ഈ സ്കൂട്ടർ സലിം കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു, ഇത് കൊണ്ടുപോയി വീട്ടിൽ വെറുതെ വെക്കാനാണോ, എനിക്കിത് ഓടിക്കാൻ അറിയില്ല. അത് സലിം ഓടിക്കണം. ഒരു വിശ്വാസം എന്നോട് പറഞ്ഞു, സലിം ഓടിക്കണം, ഓടിക്കും, കർത്താവ് ഓടിപ്പിക്കും. ഞാൻ പറയുന്നത് ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ബ്ലോക്കൊക്കെ വരുമ്പോ അല്ലെ ജംഗ്ഷനൊക്കെ വരുമ്പോ എനിക്ക് പേടി, ആരോടിക്കും വണ്ടി. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫസ്റ്റ് ആ സ്കൂട്ടർ ഞാൻ എടുക്കാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു, നീ സ്കൂട്ടർ ഓടിക്കണം, നീ അല്ലേ എന്നെ കൊണ്ട് ഇത് എടുപ്പിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഓടിക്കില്ല, നിങ്ങൾ തന്നെ ഓടിക്കണം, പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കണമെങ്കിൽ ശരിയാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ വണ്ടി ഒന്ന് എടുത്തു. അപ്പൊ ഒരു പാസ്റ്ററിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഓടിച്ച് കാണിച്ചിരുന്നു, സരി ഒന്ന് പതുക്കെ ഓടിക്കാൻ പറഞ്ഞു. എനിക്ക് പേടി പാസ്റ്ററെ, കൈകാണിക്കലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഓടിച്ചു. അങ്ങനെ എന്റെ ഒരു അയൽവാസി വന്നു, ഞാൻ ഓടിച്ചിട്ട് ശരിയാവുന്നില്ല. അപ്പൊ ഞാൻ ഈ ബൈബിൾ എടുത്തു, ഞാൻ അകത്ത് കയറിയിട്ട് പറഞ്ഞു, കർത്താവേ എന്റെ കൂടെ ഒന്ന് കയറാവും, ഈ വണ്ടി ഒന്ന് ഓടിക്കാവും, എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ കർത്താവ് ഈ വണ്ടി ഞാൻ എടുത്തുകൊണ്ട് പോയി. അയാൾ എന്റെ കൂടെ കയറി പൂത്തോട്ട് വരെ ഓടിച്ചു തിരിച്ചു വന്നു. രണ്ടാമത് ഞാൻ ഈ വണ്ടി തന്നെ പോയി. അങ്ങനെ ഓടിച്ച് പാസ്റ്ററെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആ വണ്ടി പെട്ടെന്ന് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഞങ്ങൾ വീഴാനിടയായി തീർന്നു. അങ്ങനെയൊക്കെ ആ വണ്ടി മാറി. പെട്ടെന്നൊരു മഞ്ഞ സ്കൂട്ടർ, ഫസീനും പുതിയ സ്കൂട്ടർ എനിക്ക് കിട്ടാൻ ഞാൻ മേടിച്ചു. ആ വണ്ടി കർത്താവ് എനിക്ക് എടുത്തു വന്നു. ഇന്ന് വരെ ആ വണ്ടി കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ ഇരുന്നപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്കറിയില്ല, ഞാൻ എന്നാ പറയാൻ, പോണമെന്ന് പറഞ്ഞു. നീ എന്റെ വാക്ക് കേൾക്കണം, പോണമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല പക്ഷെ. അങ്ങനെ ഞാൻ ഇവിടെ തന്നെ ചർച്ചക്കാർ വിളിക്കുമായിരുന്നു സാക്ഷ്യം പറയാൻ പോകാൻ. ഞാൻ പറഞ്ഞു, ഞാൻ പോവാം. അപ്പൊ ഞാൻ രാവിലെ കർത്താവിന്റെ വാക്ക് ഞാൻ അനുസരിക്കണം, എന്നെ രക്ഷിച്ചല്ലേ. ഞാൻ അങ്ങനെ സ്കൂട്ടർ, ഈ മഞ്ഞ സ്കൂട്ടർ പുതിയത് കിട്ടി, ആ സ്കൂട്ടർ പുറത്തു വെച്ചു. ഞാൻ നോക്കി ഭയങ്കര കാറ്റുമഴ. ഞാൻ പറഞ്ഞു, കർത്താവ് ഈ കാറ്റുമഴയത്ത് ഞാൻ എങ്ങനെ പോകാൻ. പക്ഷെ ഞാൻ കുളിച്ച് റെഡിയായി വന്നു കഴിയുമ്പോഴത്തേക്കും മഴ മാറി, നല്ല അന്തരീക്ഷമായി. ഞാൻ വണ്ടിയിൽ കയറി. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് അറിയില്ല, തൃപ്പൂണിത്തുറ സ്ഥലം പറഞ്ഞേക്കാം, ഞാൻ അവിടെ പോവാം, എനിക്ക് പറയാനൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ചർച്ചുകാര് എന്റെ മുമ്പിൽ പെട്ടെന്ന് വന്ന് വിട്ടു. അവര് പറഞ്ഞു, എങ്ങോട്ടാണ്? ഞാൻ പറഞ്ഞു, അങ്ങോട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ സാക്ഷ്യം പറഞ്ഞു. അപ്പോഴേക്ക് ഞാൻ ചെല്ലുമ്പോഴേക്ക് എനിക്ക് പൈസയൊക്കെ തരും. ഞാൻ പറയും, എനിക്ക് പൈസ ഒന്നും വേണ്ട, എനിക്ക് ജീവൻ തന്ന കർത്താവുണ്ട്, ആ സാക്ഷ്യം എനിക്ക് പറയണം. അത് പറഞ്ഞിട്ട് ഒത്തിരി ചർച്ചകളിൽ ഞാൻ അങ്ങനെ സാക്ഷ്യം പറഞ്ഞ് തന്നെ പോകാനിടയായിത്തീരുന്നു. അങ്ങനെ അവസാനം ഞങ്ങളുടെ ഈ ചർച്ചിൽ വന്നു. അങ്ങനെ ഞാൻ ഈ ചർച്ചിൽ നിൽക്കാനിടയായി തീർന്നു. അങ്ങനെ ഇപ്പൊ ഈ രാജപാസ്റ്റർ ചർച്ചിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റി എനിക്ക് പറയുകയാണെങ്കിൽ നല്ലൊരു പാസ്റ്ററാണ്. കാരണം ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞു. അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല, കാരണം ഇതൊന്നും പറയണത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെടില്ല. കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെളിവായി പറയരുത്. പക്ഷെ അദ്ദേഹം ഈ ഒറ്റപ്പെട്ടവര്, എന്നെ പോലെ തന്നെ ആരുമില്ലാത്തവര്, ഇല്ലാതെ നടന്നവര് ഒക്കെ അദ്ദേഹം എടുത്തു കൊണ്ടുവരികയും ഈ ചർച്ചിൽ മുറികളുണ്ട്, അവിടെ താമസിപ്പിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളും മരുന്ന് വരെ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യും. ഒരു അപ്പച്ചനെ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് നോക്കി. കാലൊക്കെ പഴുത്തു, എന്നാലും അദ്ദേഹത്തിന്റെ വൈഫ് ജോത്സന എന്നാണ് ആ സിസ്റ്റർ പേര്, രണ്ടുപേരും ചെയ്യുന്നു. അപ്പൊ അവര് അങ്ങനെ അതൊക്കെ ക്ലിയർ ചെയ്യും. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. ആ അപ്പച്ചൻ മരിച്ചു പോവുകയും ചെയ്തു. എല്ലാം ഒക്കെ എല്ലാ കാര്യങ്ങളും നോക്കുകയൊക്കെ ചെയ്തു. എനിക്ക് പറയാനുള്ള എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് ജീവിതം പാതി വഴിയിൽ നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, മക്കള് ഭാര്യയൊക്കെ നഷ്ടപ്പെട്ട എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ദൈവമുണ്ട്. അത് പറയാൻ യേശു മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ നശിഞ്ഞു പോയവർക്ക്, എനിക്ക് ഈ ജീവിതത്തിൽ കൂട്ടുകാരുടെ ഒപ്പം എന്റെ ജീവിതം നഷ്ടപ്പെട്ടു, ബാല്യ ജീവിതം നഷ്ടപ്പെട്ടു, കഴിവുകളുണ്ടായിരുന്നു, വോളിബോൾ ഉണ്ടായിരുന്നു, അതിലെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു, കുടുംബജീവിതം നഷ്ടപ്പെട്ടു, എണ്ണി പറഞ്ഞാൽ എല്ലാം നഷ്ടമായി. പക്ഷെ ആ സീറോ ആയിരുന്നു എന്നെ ഇവിടം വരെ എത്തിക്കാൻ യേശു കർത്താവിന് കഴിഞ്ഞു. എന്റെ ഒരു കഴിവ് കൊണ്ടല്ല പാസ്റ്ററെ, എന്റെ ഒരു കഴിവല്ല, എന്റെ ജോലി മിടുക്കല്ല. കാരണം ഞാൻ ആ വഴിക്ക് അന്ന് ഈ കർത്താവിനെ അറിയാതെ ഞാൻ അവിടെ കിടന്നിരുന്നുവെങ്കിൽ എന്റെ മക്കൾ അനാഥരായി പോയേനെ. എല്ലാരും നോക്കാന്ന് പറയും, അവർ നോക്കാൻ ഒരാളും ഉണ്ടാകത്തില്ല. പക്ഷെ യേശു എന്നെ രക്ഷിച്ചത് കാരണം എന്റെ മക്കൾക്ക് അച്ഛനായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്, എന്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്, എന്റെ അമ്മയ്ക്കും അച്ഛനും എന്നെ കൊള്ളുകാലായിരുന്നെങ്കിലും അവർക്കൊരു നല്ല മകനായി ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ എനിക്ക് പറ്റും. അവർക്ക് വേണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കും. കാരണം കർത്താവ് എനിക്ക് ജീവനെ എനിക്ക് മടക്കി തന്ന. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എന്റെ യേശു കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. പക്ഷേ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഞാനൊരു പാടാം.
എല്ലാം എല്ലാം ദൈവമല്ലേ, ദൈവമില്ലെങ്കിൽ എല്ലാം ശൂന്യമല്ലേ. എല്ലാം എല്ലാം ദൈവമല്ലേ, ദൈവമില്ലെങ്കിൽ എല്ലാം ശൂന്യമല്ലേ. ആ പൊൻകരം അല്ലയോ ഈ ലോകത്തെ മെനഞ്ഞത്, ആ പൊൻകരം അല്ലയോ ഈ ലോകത്തെ മെനഞ്ഞത്. അച്ഛനും അമ്മയും കാവലായുണ്ടെങ്കിലും ദൈവത്തിൻ കാവലല്ലയോ ഏറ്റവും നല്ലത്. അച്ഛനും അമ്മയും കാവലായുണ്ടെങ്കിലും ദൈവത്തിൻ കാവലല്ലയോ ഏറ്റവും നല്ലത്. സ്വന്തമായി വഴികളുണ്ടെങ്കിലും ദൈവത്തിൻ വഴിയല്ലോ ഏറ്റവും നല്ലത്. ഓക്കെ സലീം ബ്രദറെ, നല്ല ഒരു പാട്ടായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവിതാനുഭവങ്ങളിൽ നിന്നൊക്കെ എഴുതിയ പാട്ടല്ലയോ? അതെ, നല്ല നല്ല അനുഭവങ്ങൾ ദൈവം തന്നതിന് അടുത്ത് സ്തോത്രം ചെയ്യുന്നു. ഇനി അനുഭവങ്ങൾ പറയാൻ ബാക്കിയുണ്ടെങ്കിൽ പറയാം കേട്ടോ. എളുപ്പം പറഞ്ഞാട്ടെ, നമുക്ക് പറയാനുള്ള അനുഭവങ്ങൾ വേഗത്തിൽ പറയാം. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ ഇങ്ങനെയുള്ള നല്ല സന്തോഷങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. പാട്ട് എനിക്ക് കർത്താവ് നല്ല പാട്ടുകൾ തന്നു. പിന്നെ എന്താ പറയുക, എനിക്ക് ജീവിതത്തിൽ നല്ലൊരു സന്തോഷമുണ്ട്. അപ്പൊ എനിക്കും ഇത് കേൾക്കുന്നവരോടും ഒക്കെ പറയാനുള്ളത്, കാരണം ഇനി സമയം ഒട്ടും പാഴാക്കാനില്ല. കാരണം മദ്യപാനം ഒരിക്കലും നമുക്കൊരു നല്ലൊരു ജീവിതം തരികയില്ല. കാരണം എത്ര നല്ല ജീവിതമാണെങ്കിലും അതില് മദ്യം കലർത്തി കഴിയുമ്പോഴത്തേക്കും ആ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും. അപ്പോ മദ്യത്തിൽ വീണ് ഇനി അതിൽ ജീവിതം നശിഞ്ഞു പോകുമെന്ന് ഉള്ളവർ ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വെറും വാക്കല്ല, ഇതൊരു കഥയല്ല. കാരണം എന്റെ വീട് തെക്കമ്പറൂരാണ്. ഇനി ഇതിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, സാക്ഷ്യത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ നേരിട്ട് അന്വേഷിക്കാവുന്നതാണ്. നാട്ടുകാർ പറഞ്ഞു തരും ഇങ്ങനെ ഒരു വ്യക്തി ആണ്, നശിഞ്ഞു പോയതാണ് എന്ന് തന്നെ പറയും. കാരണം നാട്ടുകാർക്കറിയാം തിരിച്ച് ജീവിതത്തിലേക്ക് ഒരിക്കലും കയറി വരാൻ സാധ്യതയില്ലാത്ത അത്ര ആഴക്കയത്തിലേക്ക് പോയ നമ്മൾ പലരും, ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട് പലരുടെ മദ്യ ജീവിതങ്ങൾ കാണുമ്പോൾ ഇവർ രക്ഷപ്പെടില്ല. കാരണം എന്റെ കൂട്ടത്തിൽ ഇതുപോലെ മദ്യപിച്ച് ഞങ്ങൾ ഒരുമിച്ച് മദ്യപിച്ച് നടന്ന വരുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. എന്നെ പോലെ തന്നെ വഴി കിടക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം മരിച്ചുപോയി. കാരണം അദ്ദേഹത്തോട് ഞാൻ ഈ വിശ്വാസത്തെ പറ്റി പല പ്രാവശ്യം പറഞ്ഞിട്ടും അദ്ദേഹം കേട്ടിട്ടില്ല. കാരണം ഒരുപക്ഷെ ഞാനല്ല, വേറൊരു വ്യക്തി ഇതുപോലെ മദ്യപിക്കുന്ന ഒരു വ്യക്തിയോട് പറയുന്നുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ ആ വാക്ക് കേൾക്കാതെ പോയി കഴിഞ്ഞാൽ അവരുടെ ആ ജീവിതം പോയതാകുന്നത്. കാരണം ആ വാക്ക് അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന യേശുക്രിസ്തു. എന്നെ ഇതുപോലെ പുറകെ നടന്ന് സുവിശേഷം പറയുകയും വിളിക്കുകയും ചെയ്തപ്പോഴത്തേക്കും എനിക്കറിയില്ല, ഇവര് കളിപ്പിക്കാന്ന് കൂടി. പക്ഷെ യേശുവാണ്. ഈ വരുന്ന ബൈബിൾ എടുത്ത് വരുന്നവരെ നമ്മൾ ആക്ഷേപിക്കുകയും അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ വിശ്വസിക്കാതിരിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന അവരെയല്ല, കർത്താവിനോട്, നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തോടെ നമ്മൾ എതിര് കാണിക്കുന്നത്. കാരണം ഞാൻ ഇങ്ങനെയായ ചേച്ചിയുടെ വാക്ക് കേൾക്കാനിടയായി ഞാൻ ആ പാസ്റ്റർ തേടി പോയില്ലായിരുന്നെങ്കിൽ ഈ കർത്താവിനെ ഞാൻ അറിയത്തില്ല. കാരണം അവരെനിക്ക് ഒന്ന് പറഞ്ഞു തന്നു, അത് രക്ഷയുടെ മാർഗമായിരുന്നു. ആ സ്നേഹത്തിലുള്ള വാക്കുകളാണ്. പക്ഷെ മറ്റുള്ളവരാൾ പറയും പോലെ അല്ല. നമ്മൾ ഒരു പോലീസുകാരും ശാഠ്യത്തോടെ അവർ പറയൂ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ നമ്മളെ ഒരു ഇതിലൂടെ അവർക്ക് ഒരു വാക്കുകളുണ്ട്. പക്ഷെ അങ്ങനെയല്ല, സ്നേഹത്തിലാണ് വിളിക്കുന്നത്. അപ്പൊ ആ വിളി കേൾക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും മദ്യത്തിലാണോ, ഇതുപോലെ എന്റെ അവസ്ഥയാണോ, അങ്ങനെയുള്ളവരാണെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ വാക്ക് കേൾക്കണം. ആ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരും എന്ന് ഞാൻ ഉറപ്പോടെ പറയുന്നു. കാരണം എല്ലാം നഷ്ടപ്പെട്ട വ്യക്തിയാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നു. ഉള്ളതിലൊന്നും ഞാൻ മനസ്സ് വെക്കുന്നില്ല, ഞാൻ അഹങ്കരിക്കുന്നില്ല, നിഗളിക്കുന്നില്ല. കാരണം എനിക്കതില് ഒന്നും പറയാനില്ല. കാരണം ഒരു ശൂന്യമായ ഒരിക്കലും കേറാൻ നിവൃത്തിയില്ലാത്ത, കുടുംബം നശിച്ചു പോയ, പേര് തന്നെ നാട്ടിൽ നിന്ന് മാഞ്ഞ ഒരു കലിപ്പ് അലമ്പ് കുടുംബം എന്ന് വിശേഷിക്കപ്പെട്ട എന്റെ പേര് കാരണം അത് കർത്താവ് മാറ്റി. എന്നും വഴക്കുണ്ടായിരുന്ന, എന്നും ആൾക്കാർ കാണുന്ന, എന്നും ചിരിച്ച് പരിഹസിക്കുന്ന, എന്നും പുച്ഛിച്ചു തള്ളിയ ഒരു കുടുംബമായിരുന്നു. പക്ഷെ അതിനകത്തളത്തിൽ യേശു കർത്താവ് വന്നപ്പോൾ ആ തടസ്സമായിട്ടുന്ന എല്ലാ ദുഷ്ട പ്രവൃത്തികളും, ദൈവത്തിനെതിരെയുള്ള പ്രവർത്തിക്കുന്ന എല്ലാ പൈശാചിക കെട്ടുകളും ബന്ധനങ്ങളും
ആ ഒരു യേശു കർത്താവിന്റെ വരവിൽ കഴിഞ്ഞുപോയി. കാരണം കർത്താവ് വരുമ്പോഴത്തേക്കും എല്ലാം ഓടിപ്പോകുന്നവരാണ്. എല്ലാം ഓടിപ്പോകും. തമാശയായിട്ട് പറയില്ല. ഞങ്ങൾക്ക് വിരോധമായി നിന്ന എല്ലാ പ്രതികൂലങ്ങളും മാറില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ജീവിപ്പിക്കില്ല എന്ന് പറഞ്ഞ ശപഥമെടുത്ത എല്ലാ പോരാട്ടങ്ങളെയും യേശു ക്രിസ്തു തരിപ്പണമാക്കി കളഞ്ഞു. അവിടെ യേശു ക്രിസ്തു നല്ലൊരു സ്നേഹത്തിന്റെ മണ്ണാക്കി ഞങ്ങളുടെ വീടാക്കി പോയി. ഞങ്ങൾക്ക് സന്തോഷമുള്ള സ്നേഹ ഭവനത്തെ ഞങ്ങൾക്ക് കർത്താവുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ യേശുവിനെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ഈ സാക്ഷ്യം കേൾക്കുന്നത് വെറും ഒന്നായിട്ട് തള്ളിക്കളയരുത്. ഇത് മരിച്ച് ജീവിച്ച് പോയ മരിച്ച് പോകാമായിരുന്ന ആ അവസ്ഥയിലായിരുന്ന നിർജീവമായിരുന്ന എന്നെ യേശു ക്രിസ്തു ചതകുപ്പ പോലെ ചതഞ്ഞ് കിടന്ന എന്നെ ജീവൻ വെപ്പിച്ച് എന്നെ കൂട്ടായ്മയിൽ കൊണ്ടുപോയി കർത്താവിന്റെ കൂടെ നിന്ന് ചേർത്ത് പിടിച്ച് മകനെ എന്ന് പറഞ്ഞ് എന്നെ ഇത്രത്തോളം ജീവൻ വെപ്പിച്ച് കൊണ്ടുവന്ന് എനിക്ക് എന്റെ നഷ്ടപ്പെട്ടു പോയതെല്ലാം എന്നെ മാറോട് ചേർത്ത് പിടിച്ച യേശുവിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ യേശുവിനെ വിശ്വസിക്കണം, സ്നേഹിക്കണം. ഒരു വീടിനോ കാറിനോ വേണ്ടി ഒന്നും ആവരുത്. കർത്താവിന് നിങ്ങൾ മനസ്സ് കൊടുത്താൽ കർത്താവിനെ സ്നേഹിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ഘട്ടത്തിലായാലും എത്ര ആദ്യം നിങ്ങൾക്ക് കൊട്ടിയടക്കപ്പെട്ടാലും അതെല്ലാം തുറന്ന് നന്മയും അനുഗ്രഹവും സമൃദ്ധിമേൽ നിങ്ങളെ നിറയ്ക്കും എന്ന് ഞാൻ കർത്താവിൽ ഞാൻ പറയുന്നു. 2 മിനിറ്റ് ഞാൻ 1-2 കാര്യം കൂടെ പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ. പോലീസുകാര് വന്ന് കൈയും കാലും ഒക്കെ പിടിച്ച് കെട്ടിക്കൊണ്ട് പോയത് ആശുപത്രി കൊണ്ടുപോയെന്നാ പറഞ്ഞത് അല്ലേ? അതായത് പോലീസുകാർ ഓർത്ത് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ചാൽ ഈ വ്യക്തി മാറുമെന്നാ ഓർത്തത്. അങ്ങനെ കൊണ്ടുപോയതാ. പക്ഷേ മാറ്റിയത് യേശുവാണ്. അതെ, തകർന്ന എത്രയോ ജീവിതങ്ങളെയാ കർത്താവ് ഇന്നും പണിതുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാകത്തില്ല സലീം ബ്രദറെ. കാരണം ആളുകൾ ഓർക്കും ഈ സലീം കുമാർ എന്തിനാ ഇന്ന് യേശുവിനെ പ്രസംഗിച്ച് ഇങ്ങനെ സാക്ഷ്യമൊക്കെ പറഞ്ഞു നടക്കുന്നത്. സാക്ഷ്യം പറയാൻ പലയിടത്ത് പോകും അല്ലയോ? ഒരുപാട് ചർച്ചകളിൽ പോയിട്ടുണ്ട്. പരിശോധനൊക്കെ സാക്ഷ്യം പറയുമോ? പരിശോധന ഓക്കെ. എന്നാലും ഒരു ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? ജോലിയുണ്ട്. എന്തോ ചെയ്യുന്ന ജോലി? എനിക്ക് പെയിന്റിംഗ് ആണ്. അപ്പൊ വർക്കൊക്കെ ഉണ്ടോ? കർത്താവിന്റെ കൃപയാൽ വർക്കുണ്ട്. അപ്പം പിന്നെ ഈ മദ്യപിച്ച് നടക്കുമ്പോഴും ഈ പെയിന്റിംഗ് ഒക്കെ ആയിരുന്നോ? മദ്യപിച്ച് നടക്കുമ്പോൾ പെയിന്റിംഗ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഒന്നും ഉണ്ടാകില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഈ മദ്യപിച്ച് നടക്കുമ്പോൾ പെയിന്റിംഗ് ഒക്കെ വർക്കെങ്കിലും നമ്മളെ ആളുകൾ വീട്ടിൽ പെയിന്റ് അടിക്കാനൊക്കെ വിളിക്കുമോ? കാരണം നമ്മുടെ സ്വഭാവം അതായതുകൊണ്ട് ആളുകൾക്കൊരു അകൽച്ചയെ ഉള്ള മണിയോട് കിട്ടത്തില്ല നമ്മുടെ ആ സ്വഭാവം കൊണ്ട്. എന്നാൽ ഇന്ന് ആളുകൾക്ക് സമാധാനത്തോടെ നമ്മളെ വീട്ടിൽ വിളിക്കാം, വിശ്വസിച്ച് നമ്മളെ വീട്ടിൽ കയറ്റാം. പണ്ട് അങ്ങനല്ല, ഇയാൾ കുടിച്ചിട്ട് വരും. ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുതേ. ഞാൻ ഒരു 2 വർഷം മുമ്പ് ഞങ്ങളുടെ വീട് റിനോവേറ്റ് ചെയ്തപ്പോഴേ പുതുക്കി പണിയാന്ന് പറഞ്ഞാൽ പെയിന്റിംഗ് എല്ലാം മാറ്റി ഫ്ലോറിംഗ് എല്ലാം മാറ്റിയ സമയത്ത്, ബോംബെയിലെ വീടാ, എനിക്ക് പരിചയമുള്ള ഈ പെയിന്റൊക്കെ വിൽക്കുന്ന കടക്കാർ ഒരു ആളിനെ പെയിന്റ് അടിക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ വിട്ടു, കൊട്ടേഷൻ തരാൻ വേണ്ടി, എന്തോ ചിലവാകുമെന്ന് പറയാൻ വേണ്ടി. ഇയാൾ ആദ്യം വന്നിട്ട് എനിക്ക് ഒരു റേറ്റ് ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോയി കേട്ടോ. തിരിച്ചു പോയിട്ട് ഇയാള് വേറെ 2 പേരെയും കൂടെ വിളിച്ചോണ്ട് വന്നു. അതായത് കാണിക്കാൻ വേണ്ടി, വർക്ക് കാണിക്കാൻ വേണ്ടി, ഇയാളുടെ കൂടെ ഉള്ള സഹകാരികളാ. പക്ഷെ ഈ വന്നവർ 2 ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടാണ് വന്നത്. അപ്പം ഒരുത്തൻ മദ്യപിച്ചിട്ടില്ല ആദ്യം വന്നവന്, ബാക്കി 2 പേര് നന്നായിട്ട് മദ്യപിച്ചിട്ടാണ് വന്നത്. അവർക്ക് കാലുറപ്പിച്ച് നിൽക്കാൻ പോലും വയ്യ. പക്ഷെ ഞാൻ അവർക്ക് വർക്ക് കൊടുത്തില്ല. ഞാൻ ആ കടക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എങ്ങനെയുള്ള ആളുകളെ എൻ്റെ വീട്ടിൽ വിട്ടത്? മദ്യപിച്ച് നിൽക്കാൻ വയ്യാത്ത ആളുകളെയാണല്ലോ, കാലുറപ്പിച്ച് നിൽക്കാൻ വയ്യാത്ത ആളുകളെയാണല്ലോ വിട്ടത്. അപ്പം ഞാൻ പറഞ്ഞതുണ്ടല്ലോ, ഒരു മദ്യപാനിയോടുള്ള മനുഷ്യന്റെ പ്രതികരണം എങ്ങനെയാ? നല്ല പണിക്കാരനായിരിക്കും, എനിക്കറിയാം, കോൺട്രാക്ടേഴ്സ് ഉണ്ട്, സിവിലിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നവർ. പക്ഷെ അവരുടെ കുഴപ്പം, അവരുടെ ഈ ശീലം കൊണ്ട് അവർക്കൊരു വർക്ക് കിട്ടത്തില്ല. ഒരു വർക്ക് കിട്ടിയാൽ ആളുകൾ പിന്നെ ഇവരെ ഓടിച്ചു വിടും. കാരണം മദ്യപിച്ച് വന്നിട്ട് പകുതി പണി ചെയ്തിട്ട് പോവും. അപ്പോൾ ഇത് ആളുകൾക്ക് അറിയത്തില്ല, ജീവിതം എങ്ങനെയാ തകരുന്നെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ച് ഇപ്പം വർക്കൊക്കെ ദൈവം തരുന്നുണ്ട്. ഇപ്പൊ വർക്കൊക്കെ ഉണ്ട് പാസ്റ്റർ, എല്ലാവർക്കും സന്തോഷമാണ്. കാരണം എനിക്കും വർക്ക് ചെയ്യുന്നതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നു. അതിലും വലുതല്ലേ പാസ്റ്റർ നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവരുമായിട്ടുള്ള ബന്ധം, സ്നേഹം. നമ്മൾ പോകുന്ന ചർച്ചിനെ കുറിച്ച് പറഞ്ഞു, രാജു പാസ്റ്റർ അല്ലേ? രാജു പാസ്റ്റർ പറവൂര് തന്നെയാണോ ആ ചർച്ച്?
പറവൂർ തന്നെയാണ് പാസ്റ്റർ. ബസ് എന്തോ സ്റ്റോപ്പിലെ ചർച്ചിന്റെ കുറച്ച് പേരൊക്കെ എന്തുവാ? ഡിസൈപ്പിൾസ്. ഡിസൈപ്പിൾ, ആ ആ ആ ഡിസൈപ്പിൾഷിപ്പ് ചർച്ച് അല്ലേ? ആ ആ ശരി, ദൈവം സഹായിക്കട്ടെ രാജു പാസ്റ്ററേയും കുടുംബത്തെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു നിരാശ മാറുന്നോർത്ത മദ്യപാനം തുടങ്ങിയതല്ലേ? നിരാശ മാറുന്നു. എന്നിട്ട് നിരാശ മാറിയോ മദ്യപിച്ചിട്ട്? ഇല്ല ഇല്ല ഇല്ല, ഞാൻ അത് മാറില്ല പക്ഷേ അത് നമുക്ക് ഈ പല മദ്യപാനികളും പറയുന്നൊരു ന്യായമാണ് കേട്ടോ, എൻ്റെ സങ്കടം മാറാനാ കുടിക്കുന്നെന്ന്. പക്ഷേ കുടിച്ച് ഇന്ന് വരെ ആരുടെയും സങ്കടം മാറിയത് ഞാൻ കണ്ടിട്ടില്ല, സങ്കടം കൂടിയിട്ടേ ഉള്ളൂ. രണ്ടാമത് സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം, ആ കല്യാണം കഴിപ്പിച്ചത് മദ്യപാനം മാറുമെന്ന് ഓർത്തതാ, ശരിയല്ലയോ? എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് മദ്യപാനം മാറിയോ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, കേൾവിക്കാരോട് പറയാനുള്ളത്, മദ്യപിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മദ്യപിച്ചാൽ നിരാശ മാറത്തില്ല. ഇനി ഇവനെ പിടിച്ചങ്ങ് പെണ്ണ് കെട്ടിച്ചാൽ ഇവന് ഉത്തരവാദിത്വമാകുമെന്ന് ഓർത്ത് പെണ്ണ് കെട്ടിച്ചാൽ ഉത്തരവാദിത്വം വന്ന് മദ്യപാനം ഒന്നും നിർത്തത്തില്ല. ഒരു പെൺകുട്ടിയെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു നരകത്തിലേക്ക് കൊണ്ടിട്ടെന്നുള്ളതല്ലാതെ അതിലൊക്കെ കാര്യമൊന്നുമില്ല. പിന്നെ ദൈവത്തിൻ്റെ കൃപയാൽ സലീം ബ്രദറിനെയും വൈഫിനെയും ഒക്കെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ട് ദൈവം അവരെ വിടുവിച്ചു. നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോയപ്പം വൈഫും കൂടെ വന്നല്ലേ? അങ്ങനെയൊക്കെ ദൈവം നിങ്ങളെ സഹായിച്ചത് കൊണ്ട് ആ നരകതുല്യമായ ജീവിതാനുഭവങ്ങളിൽ നിന്നൊക്കെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഇടയ്ക്ക് എന്തോ വീടിന്റെ കാര്യം പറഞ്ഞല്ലോ, വീട് കിട്ടിയെന്നാണോ പറഞ്ഞത് അതോ എന്തായിരുന്നു പറഞ്ഞത്? ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നല്ലോ, അപ്പൊ നമുക്ക് ലൈഫിന്റെ വീട് കിട്ടിയായിരുന്നു. ലൈഫിന്റെ വീട് കിട്ടിയെന്നാ പറഞ്ഞത്. ഞാൻ എന്തിനാ അത് ചോദിച്ചെന്നറിയാം? അല്ലെങ്കിൽ ചിലർ പറയുന്നതായിട്ട് പെന്തക്കോസ്തി വന്നു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ സലീമിന് വീട് പെന്തക്കോസുകാർ കൊടുത്തെന്ന് പറയും. പെന്തക്കോസുകാരല്ല തന്നത്, സർക്കാരാണ് തന്നത്. പക്ഷേ കർത്താവിന്റെ അനുഗ്രഹത്താൽ ഞാൻ പറയാം ഞാൻ എന്തിനാ അത് പറഞ്ഞെന്നറിയോ? സലീം ബ്രദർ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല ഞാൻ വിശ്വാസത്തിൽ വന്നതെന്ന്, അല്ലേ? ആവർത്തിച്ച് ഞാൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല വിശ്വാസത്തിൽ. അങ്ങനെ ആരും വിശ്വാസത്തിൽ വരില്ലെന്ന് പറഞ്ഞു. വിശ്വാസത്തിൽ വന്നതുകൊണ്ട് മനുഷ്യരെ സഹായിച്ചൊന്നും നമുക്കൊന്നും കിട്ടത്തില്ല, അങ്ങനെ ഒരു മാർഗമേ അല്ല ഇത്. പക്ഷെ വിശ്വാസത്തിൽ വരുമ്പം കർത്താവ് അറിയാത്ത വഴി തുറക്കും. അങ്ങനെ തുറന്ന വഴിയാ ലൈഫിന്റെ വീട്. അതാ ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ് തെളിയിച്ചത് എന്താണെന്നറിയോ? അല്ലെങ്കിൽ വീട് കിട്ടിയെന്ന് പകുതി കേട്ടിട്ട് ആളുകൾ പറയും ഇവൻ വീട് കിട്ടാൻ വേണ്ടി പെന്തക്കോസ്തിൽ പോയെന്ന് പറയും, അല്ലേ? അങ്ങനെ അല്ലെന്ന് നാട്ടുകാരെ ഒന്ന് പറഞ്ഞ് ബോധിപ്പിച്ചതാ. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ചോദിച്ചത്, എനിക്കൊന്ന് ഉറപ്പുവരുത്താൻ ചോദിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധി വന്നാൽ നമ്മൾ അറിയാത്ത വഴി തുറക്കും, അനുഗ്രഹങ്ങളുണ്ടാകും. ഇതാരും മനുഷ്യർ നമുക്ക് തരുന്നതൊന്നുമല്ല, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. മദ്യപാനം നിർത്തി കഴിയുമ്പോൾ തന്നെ എന്തൊരു സമാധാന അനുഗ്രഹമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ പണം കള്ള് ഷാപ്പ് കടക്കാരൻ്റെ അടുക്ക പോകത്തില്ല, നമ്മുടെ പണം പിന്നെ ആശുപത്രിയിൽ വെറുതെ കൊണ്ട് കൊടുക്കേണ്ടി വരത്തില്ല, പോലീസുകാർക്ക് കൊടുക്കേണ്ടി വരത്തില്ല. വരുമോ? പണ്ട് പാട്ട് പാടത്തില്ലായിരുന്നു, കള്ള് കുടിച്ച് വേലി പിടിച്ച് ഓടിച്ച്, അങ്ങനെ പിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഇതൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ സ്വസ്ഥതയായി സമാധാനമായി. ഓൺലൈനിലും കേരള സർക്കാർ മദ്യം കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ ഇപ്പം കേൾക്കുന്നത്. പണ്ടൊക്കെ ക്യൂവിൽ പോയി നിൽക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇനി ഓൺലൈൻ ആപ്പ് വഴി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, മദ്യം ഓൺലൈനിനും കൊടുക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു. എന്താണെങ്കിലും ഒരു ഭാഗത്ത് പലരും ആളുകളെ മദ്യപാന്മാരാക്കുവാൻ ശ്രമിക്കുമ്പോൾ, ജീവിതം തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, യേശു സലീം കുമാർ ബ്രദറിനെ പോലുള്ളവരെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന് കോടി കോടി നന്ദി പറയുകയാണ്. സലീം കുമാർ ബ്രദറിനെ ഒന്ന് പ്രാർത്ഥിക്കാം, ദൈവമക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, പ്രത്യേകിച്ച് മദ്യപാനശീലമുള്ളവരൊക്കെ അതിൽ നിന്ന് പുറത്തു വരാനൊന്ന് പ്രാർത്ഥിക്കാം. കാത്തു സൂക്ഷിക്കുന്ന കരുണാമയനായ പരമദയാലുവായ സ്നേഹമുള്ള കൃപയുള്ള അരിവുള്ള ദൈവമുള്ള ഞങ്ങളുടെ പൊതുതമ്പരാനായ ദൈവമേ, അങ്ങയുടെ പൊന്നോമനയായ അരുമയായ ജീവന്റെ ജീവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമേ, ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവമേ, മദ്യപാനത്തിന് അടിമയായി ദൈവമേ കുടുംബം നശിച്ച് ദൈവമേ എല്ലാം നശിച്ച് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാതെ കിടക്കുന്ന ഓരോ മക്കളെയും ദൈവമേ ആരും നശിച്ചു പോകാൻ ദൈവത്തെ അറിയാതെ സർവശക്തനായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഓരോരുത്തരെയും അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. മദ്യം കൊണ്ട് കരയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്.
പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുണ്ട്. ദൈവമേ, ഒരു ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാൻ കൊതിക്കുന്ന ഒരുപാട് ഭാര്യമാരുണ്ട്, ഒരുപാട് മക്കളുണ്ട് കരയുന്ന. അവരെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്കല്ലാതെ ഒരു വിടുതൽ കൊടുക്കുവാനും മാറ്റുവാനും കഴിയില്ല. എന്നാൽ അങ്ങ് ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി, പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങയുടെ പുനോമനയായ ആ യേശുവിനെ അങ്ങ് ഭൂമിയിലേക്ക് അയച്ചു. ദൈവമേ, സത്യം ഓരോരുത്തർക്കും മനസ്സിലാക്കി കൊടുക്കണം. ഈ ജീവിതത്തിൽ അങ്ങേക്ക് ജനിച്ചു, ഞങ്ങൾ അവസാനത്തോളം അങ്ങയുടെ അരികത്തേക്ക് നടക്കുകയാണ്. ജനിച്ചു ഒരു ദിവസം മരിക്കും, അങ്ങയുടെ അടുത്തേക്ക് തന്നെയാണ് ജീവിതത്തിന്റെ അവസാന യാത്രയും. അങ്ങോട്ട് അടുക്കുമ്പോൾ പലരും അങ്ങയെ അറിയുന്നില്ല. ആ യഥാർത്ഥമായ ആ നശിഞ്ഞു പോകേണ്ട ഇടയിലേക്കാണ് അങ്ങയുടെ മകനെ അയച്ചിരിക്കുന്നത്. ആ യേശു ക്രിസ്തുവിനെ ഈ ജീവിത യാത്രയിൽ മധ്യേ സുവിശേഷകർ മുഖാന്തരം അവർ പറയുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചറിയുവാൻ, അവരാ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ശരിയായ ദിശയിൽ സഞ്ചരിക്കുവാൻ, അങ്ങയുടെ അരികത്തേക്ക് എത്തുവാൻ. ദൈവമേ, അങ്ങ് അയച്ചത്, പുണ്യേശുവിനെ അയച്ചത് വഴിതെറ്റിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ, വഴിതെറ്റിപ്പോയ ആടിനെ ചുമരിലേറ്റി കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അതുപോലെ കുടിച്ചു കിടക്കുന്ന ഓരോരുത്തരെയും ദൈവമേ അങ്ങയുടെ മകനിലൂടെ രക്ഷിക്കണം. ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ബെന്നി പാസ്റ്ററെയും കുടുംബത്തെയും ഈ യൂട്യൂബ് ചാനലിനെ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇനിയും അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ പറയുവാൻ, കണ്ണ് നനയിക്കുന്ന അനുഭവ സാക്ഷി, ഒരു സാക്ഷ്യത്തിലൂടെ ദൈവമേ, അത് അങ്ങനെയായി തീരുവാൻ അനേകർ ഈ വീഡിയോ ക്ലിപ്പ് കേട്ടിട്ട്, ദൈവമേ, ഈ വീഡിയോയിലെ എല്ലാ ക്ലിപ്പുകളും കേട്ടിട്ട് നന്നായി ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങി വരുവാൻ സഹായിക്കണം. ഈ ചാനലിനെ ദൈവമേ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണം. ഐശ്വര്യം, സമൃദ്ധിയും എല്ലാം നിറയ്ക്കുന്നു. എല്ലാം ഒരിക്കൽ കൂടി യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. ദൈവോന്നി സർവശക്തനായ പ്രാർത്ഥന കേൾക്കണം. കേട്ടനുഗ്രഹിച്ചനായി പിതാവുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസക്കാവൻ നമ്മളെല്ലാവരുടെ മേലും പ്രതിമായ നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച സലീം ബ്രദറിന്റെ മേൽ, തൻ്റെ കുടുംബത്തിന്മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടങ്ങട്ടെ. ആമേൻ, ആമേൻ. നന്ദി പറയാം സലീം ബ്രദറെ. ഒരു പ്രാവശ്യം കൂടെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അനേകർക്ക് അനുഗ്രഹമാകട്ടെ. കുടുംബത്തെ കർത്താവ് മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രേക്ഷകരോടുമുള്ള നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.